മലബാറിൻ്റെ കടൽ വിനിമയങ്ങൾ എന്ന സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. കടൽ മുഖ്യപ്രമേയമായി അണിയിച്ചൊരുക്കിയിട്ടുള്ള ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഇതിനകം കടൽ സംബന്ധിയായ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ലക്ഷദ്വീപിനെക്കുറിച്ച്, മലബാർ മാബർ ബന്ധങ്ങളെക്കുറിച്ച്, കപ്പൽ നിർമ്മാണത്തെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് സെഷനുകൾ നടന്നു കഴിഞ്ഞു, ഇനിയും നടക്കാനിരിക്കുന്നു. പ്രസാധക രംഗത്ത് പിച്ച വെച്ച് തുടങ്ങുന്ന ബുക്ക് പ്ലസ് എന്ന പബ്ലിഷേഴ്സിൻ്റെ ഇച്ഛാശക്തിയുടെ ഒരു പ്രതിഫലനമാണ് ഈ പറയുന്ന മലബാർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ സെഷൻ വൈകി തുടങ്ങിയതിനാൽ തന്നെ നേരിട്ട് സെഷനിലേക്ക് പ്രവേശിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കൂടുതൽ ആമുഖങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. മലബാറിലെ കടൽ വിനിമയങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ ഗഹനമായ, വിപുലമായ ഒരുപാട് തുറകളിലൂടെ സമീപിക്കേണ്ട ഒരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഫെസ്റ്റിവലിൽ ചർച്ച ചെയ്ത ഒട്ടനേകം വിഷയങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരാശയപ്രാപ്തി ഈ ഒരു വിഷയത്തിനുണ്ട്. മാത്രമല്ല, നമ്മുടെ പാനലിസ്റ്റുകളെല്ലാം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ കാലങ്ങളായിട്ട് ഗവേഷണങ്ങൾ നടത്തുന്ന, രചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമുക്ക് അടുത്ത കാലത്തായി അക്കാദമിക മേഖലയിൽ ഉയർന്നു വന്നിട്ടുള്ള ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, സ്ഥലകാല പരിമിതികൾക്കപ്പുറത്ത് ചരിത്രത്തെയും സാമൂഹ്യ ശാസ്ത്രത്തെയും ഒക്കെ നോക്കിക്കാണാനുള്ള ധീരമായൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസ് കഴിഞ്ഞ 2 ദശകങ്ങളായിട്ട് വളരെ സജീവമായി പരുവപ്പെട്ടു വരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. പരസ്പരം വിനിമയങ്ങളിലൂടെ, കൊടുക്കൽ വാങ്ങലുകളിലൂടെ, കൈമാറ്റങ്ങളിലൂടെ രൂപപ്പെട്ടൊരു ലോകത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ദേശരാഷ്ട്രത്തിൻ്റെ പരിധികൾക്ക് അപ്പുറത്ത് നിന്നുള്ള ഒരു ലോകത്തെ വീക്ഷിക്കുവാനും കാണുവാനും ഒക്കെയുള്ള ഒരു സാധ്യതയാണ് ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസ്, അല്ലെ മാരിടൈം സ്റ്റഡീസ് എന്നൊക്കെ പൊതുവെ വിവക്ഷിക്കപ്പെടുന്ന പഠനശാഖ നമുക്ക് തുറന്നു തരുന്ന ഒരവസരം എന്നുള്ളത്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് എന്നാണ് പൊതുവെ പറയാറുള്ളത്. ഗ്ലോബലൈസേഷൻ്റെ പ്രത്യേകതയായിട്ട് ഹാർവിയെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് സ്ഥലകാല ചുരുക്കം സംഭവിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ഗസയിലൊക്കെ അവശ്യ വസ്തുക്കൾ പോലും നേടാനാവാതെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ദേശരാഷ്ട്രങ്ങളുടെ അദൃശ്യമായിട്ടുള്ള അതിർത്തികൾ ഏതൊരർത്ഥത്തിലുള്ള ബന്ധനമാണ് നമുക്ക് തീർത്തിട്ടുള്ളത് എന്ന് പുനരാലോചിക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്നാൽ എങ്സങ് ഹോയൊക്കെ ഗ്രേവ്സ് ഓഫ് തരീം എന്ന് പറയുന്ന പുസ്തകത്തിലൊക്കെ പറയുന്നത് പോലെ ഒരുപക്ഷെ നമ്മുടെ സാമാന്യ യുക്തിക്കും അപ്പുറത്ത് ആളുകൾ ചേർന്നും സഹവസിച്ചും പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയുമൊക്കെ കഴിഞ്ഞു പോയിരുന്ന ഒരു പൂർവാധുനിക കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്നുകൂടെ ഇത്തരുണത്തിൽ നാം ആലോചിക്കേണ്ടതുണ്ട്. ഏറെ വിദഗ്ധമായ ഒരുപാട് പാനലിസ്റ്റുകളുള്ള ഒരു സെഷനായതിനാൽ തന്നെ ഈ ഒരു വിഷയത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ മുൻനിർത്തിയിട്ട് 4 പ്രമേയങ്ങളെ മുൻനിർത്തിയിട്ട് സംസാരിക്കുവാനും പിന്നെ ഇതിൻ്റെ തുടർച്ചയെന്നോണം ഇതിൻ്റെ ഒരു സിന്തസിസ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന 4 വിഷയങ്ങൾ എങ്ങനെയാണ് കടൽ വിനിമയങ്ങളെക്കുറിച്ചുള്ള ഒരു പൊതുതലം തുറന്നു തരുന്നത് എന്ന് ആലോചിക്കുവാനുമാണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഹുസൈൻ രണ്ടത്താണി സാഹിബിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല. മലബാറിൻ്റെ ചരിത്ര രചനയിൽ ദീർഘകാലമായിട്ട് ഒരുപാട് രചനകളിലൂടെ, സംഭാവനകളിലൂടെ, ഗവേഷണങ്ങളിലൂടെ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. പിന്നെ മലബാറിൻ്റെ സാമ്പത്തിക ചരിത്രത്തെ മുൻനിർത്തി അടുത്തിടെ പുറത്തു വന്ന റേത്തുവാരി കമ്പനി സ്റ്റേറ്റും പൊളിറ്റിക്കൽ എക്കോണമിയും എന്ന, ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് മലയാളത്തിൽ അടുത്തിടെ പുറത്തിറങ്ങിയതിൽ വെച്ച് ഏറ്റവും ഗഹനമായ ചരിത്ര ഗ്രന്ഥമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പുസ്തകത്തിൻ്റെ കർത്താവാണ് അഭിലാഷ് മലയിൽ. അഭിലാഷ് മലയിൽ ഇവിടെ സംസാരിക്കുന്നത് ഈ പറയുന്ന ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസ്, അതിൽ പൊതുവെ മലബാരികളായിട്ടുള്ള കേരളീയരായിട്ടുള്ള പണ്ഡിതന്മാരുടെ സംഭാവനകൾ എങ്ങനെയാണ് പുതിയ ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസിനുള്ള സംഭാവനകളുടെ ഒരു പുതിയ തലം തുറന്നു തരുന്നതെന്നും പൊതുവെ അവഗണിക്കപ്പെട്ടിരുന്ന ഒരു മേഖലയിലേക്കുള്ള പുതിയ സംഭാവനകൾ എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന പുതിയ ഗവേഷകർ നൽകുന്നതെന്നുമുള്ള ഒരു കാഴ്ചപ്പാടുകളാണ് അദ്ദേഹം ഇവിടെ പങ്കുവെക്കുന്നത്. മറ്റൊരു പാനലിസ്റ്റായിട്ടുള്ള ജലീൽ PKM സിംഗപ്പൂർ യൂണിവേഴ്സിറ്റി കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഗവേഷകനാണ്. ഇന്ത്യൻ ഓഷ്യനിലൂടെയുള്ള ഹളറമി സൂഫി ടെക്സ്റ്റുകളുടെയും പ്രബോധകരുടെയും പ്രയാണങ്ങളെക്കുറിച്ച് ദീർഘമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ഗവേഷണ പഠനങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ തത്സംബന്ധിയായിട്ടുള്ള നിരീക്ഷണങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ചില കാഴ്ചപ്പാടുകളാണ് ഇവിടെ അവതരിപ്പിക്കാനിരിക്കുന്നത്. മറ്റൊരു പാനലിസ്റ്റായ സത്യൻ മാടാക്കര ദീർഘകാലം തുറമുഖത്ത് ജോലി ചെയ്തിട്ടുള്ള, തൻ്റെ ജീവിതത്തിലും രചനയിലുമൊക്കെ തുറമുഖത്തെയും കപ്പലുകളെയും ഒക്കെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. വില്യം ലോഗൻ്റെ മലബാർ മാനുവലിലെ തുറമുഖങ്ങളെ പറ്റിയുള്ള ചില നിരീക്ഷണങ്ങളും അതിലേക്ക് തൻ്റെ കണ്ടെത്തലുകളും ചേർത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സെഷനിൽ സംവദിക്കുന്നത്. അപ്പോൾ ആദ്യ റൗണ്ടിൽ ഒരു 5 മിനിറ്റ് ഈ വിവിധ വിഷയങ്ങളിലൂടെ കടന്നു പോവുകയും പിന്നെയുള്ള മറ്റൊരു റൗണ്ടിൽ എങ്ങനെയൊക്കെയാണ് ഒരു പൊതുതലം, മലബാറിൻ്റെ
കടൽ വിനിമയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പൊതുതലം തുറന്നു തരുന്നത് എന്ന് ആലോചിക്കുകയുമാണ് നമ്മുടെ ഈ ഒരു സെഷൻ്റെ ലക്ഷ്യം. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കാതെ ഞാൻ അഭിലാഷ് ഏട്ടനിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ മലബാറിൻ്റെ കടലുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങളുടെ ഒരു ചെറിയൊരു ഹിസ്റ്റോറിയോഗ്രാഫി അവതരിപ്പിക്കാനാണ്, അതിനെക്കുറിച്ചുള്ള ചില നിരീക്ഷണങ്ങൾ പങ്കുവെക്കാനാണ് എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നത്. അതിൽ കടല് നമ്മുടെ ആദ്യകാല ചരിത്ര പണ്ഡിതന്മാരുടെ ഒക്കെ പഠനങ്ങളിൽ കടൽ വലിയൊരു തടസ്സമായിട്ടാണ് ഇമാജിൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. കടലിനോടുള്ള, കടൽയാത്രയോടുള്ള വിലക്ക്, കടൽയാത്രയുമായി ബന്ധപ്പെട്ട വാണിജ്യവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന സാമൂഹ്യ വിഭാഗങ്ങളോടുള്ള, അതിൻ്റെ ഭൗതികതയോടുള്ള, അതിൻ്റെ സാംസ്കാരിക രൂപങ്ങളോടുള്ള വിയോജിപ്പ്, ഇതൊക്കെ ഒരുപക്ഷെ അബോധത്തിൽ പ്രവർത്തിച്ചിരിക്കാം ആദ്യകാല ചരിത്ര പണ്ഡിതന്മാരുടെ. കടൽ ഒരു വിലക്കാണ്, കടൽ ഒരു ബാരിയറാണ് എന്ന നിലയ്ക്കുള്ള സൂചിപ്പിക്കാതെ നേരെയും അല്ലാതെയും സൂചിപ്പിച്ചൊക്കെ പോയിട്ടുള്ള നിലപാടുകളുടെ ആധാരമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ നിന്നൊരു മാറ്റം നമുക്ക് കാണുന്നത് 1950കളോട് കൂടി മലബാർ പ്രദേശത്തിൻ്റെ ചരിത്രം കടൽ സംഘർഷങ്ങളെ അടിസ്ഥാനമാക്കി പഠിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവുകയും അത് മറ്റ് പലതിലും പോലെ KM പണിക്കർ തുടങ്ങിയിട്ടുള്ള ആളുകൾ മലബാറിൻ്റെ ചരിത്രത്തെ കടലുമായി ബന്ധപ്പെട്ട കടലിനെ ആധാരമാക്കിയിട്ടുള്ള ചില സംഘർഷങ്ങളുടെ, ചില ഹിസ്റ്റോറിക്കൽ പ്രോസസ്സുകളുടെ വിശകലനത്തിലും വിശദീകരണത്തിലും ഊന്നിക്കൊണ്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അത് KM പണിക്കരുടെ അനവധി പുസ്തകങ്ങൾ ആ നിലയ്ക്കുണ്ട്. OK നമ്പ്യാരുടെ പുസ്തകങ്ങളുണ്ട്. അത് നമുക്ക് പൊതുവിൽ പരിചിതമായിട്ടുള്ള ഇബ്രാഹിം കുഞ്ഞുമാഷയുടെ ലേഖനങ്ങളുണ്ട്. കുഞ്ഞാലി മരക്കാർ എന്ന വലിയ ഒരു ചരിത്ര സാന്നിധ്യത്തെക്കുറിച്ച് നമ്മളുടെ പണ്ഡിതർ ഓർത്തെടുക്കുന്നത് 1957 ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയും അതിൻ്റെ പ്രാദേശിക ചരിത്ര സെഷനിലുള്ള പേപ്പറുകൾ മുതൽക്കാണ് സവിശേഷമായൊരു ശ്രദ്ധ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഈ പഠനങ്ങളുടെ ഒരു പൊതു സ്വഭാവം, പിന്നെ അതിനുശേഷം ട്രേഡ് ഹിസ്റ്റോറിയൻസ് എന്നറിയപ്പെടുന്ന വലിയൊരു വിഭാഗം ചരിത്രകാരന്മാർ യൂറോപ്യൻ ഉപദാനങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള പഠനത്തിലൂടെ കച്ചവടത്തിൻ്റെ ചരിത്രം, പ്രത്യേകിച്ച് യൂറോപ്യൻ കമ്പനികളുടെ ചരിത്രം പഠിക്കാൻ തുടങ്ങുന്നു. KS മാത്യു മാഷുണ്ട്, പയസ് മലയക്കണ്ടത്തിലുണ്ട്. അങ്ങനെ അനവധിയായിട്ടുള്ള ഒരു പ്രത്യേക തരം ഒരു സ്കൂൾ എന്ന നിലയിലൊക്കെ വിശദീകരിക്കാൻ കഴിയുന്ന ഒരു ചരിത്രരചനാ രീതി മലബാറിൻ്റെ കടൽ ബന്ധങ്ങളെ കൊണ്ട് രൂപം കൊള്ളുന്നു. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത ഇതിലെല്ലാം തന്നെ മലബാർ എന്നുള്ള വളരെ ചുരുങ്ങിയ ഒരു പ്രാദേശികതയിൽ നിന്നുകൊണ്ട് കടലുമായിട്ടുള്ള വ്യവഹാരത്തെ മനസ്സിലാക്കാനുള്ള ശ്രമമായിരുന്നു. ആ നിലയ്ക്ക് അതൊരു ഇന്നവേറ്റീവ് ആയിട്ടുള്ള ശ്രമമായിരുന്നു. ആ ശ്രമത്തിൻ്റെ അടിസ്ഥാനം മലബാർ എന്ന ഒരു സവിശേഷമായ നിശ്ചിതമായ സ്ഥലപരതയിൽ നിന്നുകൊണ്ട് ഈ കടൽ വ്യവഹാരങ്ങളെ മനസ്സിലാക്കുക, കടലുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധത്തെ മനസ്സിലാക്കുക, കച്ചവടത്തെ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഒരു ട്രെൻഡിന് മലബാർ എന്ന നിശ്ചിതമായ ഒരു സ്ഥലപരതയ്ക്കകത്ത് നിന്നുകൊണ്ട് ഒരുതരം പ്രൊവിൻഷ്യാലിറ്റി എന്ന സ്വഭാവത്തെ ആധാരമാക്കിക്കൊണ്ട് ഈ കടൽ വ്യാപാരങ്ങളെ പഠിക്കുന്ന, അന്വേഷിക്കുന്ന, ഗവേഷണം നടത്തുന്ന ഒരു രീതിക്ക് വലിയ തരത്തിലുള്ള ഒരു മാറ്റം ഈ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുണ്ട്. അത് എവിടെയാണ് തുടങ്ങുന്നത് എന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല. എന്താണ് അതിൻ്റെ ഉദ്ഭവസ്ഥാനം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു പക്ഷേ അഷിൻ ദാസ് ഗുപ്തയുടെ മലബാർ ഏഷ്യൻ ട്രേഡ് എന്ന പുസ്തകത്തിലായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു ചേഞ്ച് നമുക്ക് ഹിസ്റ്റോറിയോഗ്രാഫിക് സ്കേപ്പിൽ കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ മലബാർ എന്ന നിയതമായ സ്ഥലപരത എന്നൊന്ന് ഇല്ല എന്നും എന്നൊന്ന് അപ്രത്യക്ഷമാവുകയും കടലിലൂടെ നിർമ്മിച്ചെടുക്കപ്പെടുന്ന ഒരു പ്രദേശമായി മലബാർ മാറുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഉത്തമ ഉദാഹരണമായി, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായി ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപ് മേനോൻ്റെ 1999 EPWയിലെ ചെറിയൊരു ലേഖനം ഹൗസസ് ബൈ സീ എന്ന് പറയുന്ന ഒരു ലേഖനമാണ്. അതിനുശേഷം നിങ്ങൾക്ക് വലിയൊരു തരത്തിലുള്ള അതിൻ്റെ ഏറ്റവും രസകരമായൊരു വസ്തുത, മലബാറിൽ നിന്ന് തന്നെയുള്ള ചരിത്രകാരന്മാർ, അതും പരമ്പരാഗതമായ സാമൂഹ്യ പഠന സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ
ആ പ്രദേശത്ത് നിന്നുള്ള ആളുകൾ തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഏറ്റവും രസകരമായ ഒരു കോൺട്രിബ്യൂഷൻ നൽകിയതായി അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്നതായി ഞാൻ കരുതുന്ന മെഹമൂദ്, ജലീൽ എനിക്ക് ഇവിടെ അടുത്തിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ യാസ്ര റാഫത്ത്, അങ്ങനെയുള്ള ഒരു കൂട്ടം മലബാറിൽ നിന്ന് തന്നെയുള്ള ഗവേഷകർ അതുവരെ പരിഗണിക്കപ്പെടാതിരുന്ന, അതിന് മറ്റു പല കാരണങ്ങളുണ്ട്, പെടാതിരുന്ന ഉപദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതിനെ ഞാൻ എനിക്ക് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് മുഗൾ ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ കണ്ടതുപോലെയുള്ള വളരെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു റിവിഷനിസ്റ്റ് ടേൺ മലബാറിൻ്റെ കച്ചവടത്തെ, സമുദ്രാന്തര വ്യാപാരത്തെ, സമുദ്രവുമായിട്ടുള്ള ബന്ധത്തെ, അതുമായി ഉള്ള ബന്ധത്തിൽ രൂപം കൊള്ളുന്ന സാമൂഹികതയെ ഒക്കെ സംബന്ധിച്ചുകൊണ്ട് ഒരു റിവിഷനിസ്റ്റ് ടേൺ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ മലബാറിൻ്റെ ചരിത്രം നിങ്ങൾക്ക് ഇസ്താംബൂളിൽ പഠിക്കാം, മലബാറിൻ്റെ ചരിത്രം നിങ്ങൾക്ക് ലിസ്ബണിൽ പഠിക്കാം, മലബാറിൻ്റെ ചരിത്രം നിങ്ങൾക്ക് മെഹമൂദിൻ്റെ അനാലിസല ലേഖനത്തിൽ പറയുന്നത് പോലെ നിങ്ങൾക്ക് ബംഗാളിൽ നിന്ന് പഠിക്കാം, നിങ്ങൾക്ക് നോർത്തേൺ ആഫ്രിക്കയിൽ നിന്ന് പഠിക്കാം. അത് ശരിയാണ്. കാരണം നമ്മുടെ ഈ കോസ്റ്റൽ തീരത്തുള്ള പാറപ്പള്ളി മുതൽ പറവണ്ണ വരെയുള്ള പള്ളിക്കാടുകളിൽ ഉറങ്ങുന്നത് എൻഡബയിലും ഈ പറയുന്ന നോർത്തേൺ ആഫ്രിക്കയിലും നമുക്ക് സ്ഥലപേരുകൾ പോലും ഇന്ന് മറന്നുപോയിട്ടുള്ള പ്രദേശങ്ങളിലുള്ള മനുഷ്യരാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഈ മനുഷ്യരെ കുറിച്ച് ഇത്തരം ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള എന്നാൽ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കണക്ഷൻ, ഹദ്രമികളെ കുറിച്ച് ജലീലിൻ്റെ വർക്ക് ഇപ്പം പുറത്ത് വരാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് കുത്തുബ നെറ്റ്വർക്കിനെ കുറിച്ച് എലിസബത്ത് ലാംബേർഡിൻ്റെ വർക്ക് വന്നു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ കാണുന്നത് അകലത്താണെങ്കിലും അടുപ്പമുള്ള ഒന്നായി കടലിൻ്റെ പിരിശം എന്ന് പറയുന്നത്, കടലിനോടുള്ള പിരിശം എന്ന് പറയുന്നത് മനുഷ്യർ തമ്മിലുള്ള പിരിശമായി, അടുപ്പമായി, അഭേദ്യമായ ബന്ധമായി മാറുന്നതിൻ്റെ ചരിത്രരചനയിലെ ആഖ്യാനങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കടലിൽ പോയത് കൊണ്ട് ജാതി നഷ്ടം വരികയാണെങ്കിൽ നഷ്ടം വന്നു പോകട്ടെ എന്ന് കരുതുന്ന ചില ചരിത്ര വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ നമ്മുടെ ചരിത്ര രചനാ പുസ്തകങ്ങളിൽ കാണുന്നത്. ഇത് അത്യന്തം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചരിത്ര വിജ്ഞാനീയത്തിലെ ഒരു ഷിഫ്റ്റാണ്. അതിനാൽ തന്നെ അംഗീകരിക്കേണ്ടതായിട്ടും ഉണ്ട്. നന്ദി. ഒരേ സമയം ഒരു ദേശത്തിൻ്റെ കണ്ണാടി എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ് ഭാഷ എന്നുള്ളത്. ഒരേ സമയം പ്രതിനിധാനവും അതോടൊപ്പം തന്നെ പുറന്തള്ളലുകളും ഭാഷയുടെ ഒരു പ്രത്യേകതയായിട്ടുണ്ട്. നമുക്ക് കേരള തീരം മുതൽ ഗുജറാത്ത് വരെ, അല്ലെ വെസ്റ്റ് ബംഗാൾ വരെ മറ്റൊരു വശത്ത് നീണ്ടു കിടക്കുന്ന തീരപ്രദേശങ്ങളും അറേബ്യൻ വ്യവഹാരങ്ങളുമായിട്ട് ചേർത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരുപാട് പ്രതിഫലനങ്ങൾ നമ്മുടെ ഭാഷകളിൽ ഉള്ളതായിട്ട് കാണാൻ പറ്റും. അത് അറബി മലയാളമാണെങ്കിലും, തമിഴ്നാട്ടിലെ അറബി തമിഴാണെങ്കിലും, നവായത്തി ആണെങ്കിലും, ഗുജറാത്തിലെ ബോറ കമ്മ്യൂണിറ്റിയുടെ ലിസാനുൽ ദഅവയാണെങ്കിലും, ഈ പറയുന്ന ദീർഘകാലമായുള്ള ഇന്ത്യൻ ഓഷ്യൻ സഹവാസങ്ങളുടെ ഫലമായിട്ട് നിരവധി ഭാഷാരൂപങ്ങളും ലിപി രൂപങ്ങളുമൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ അറബി മലയാളത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അറബി മലയാളത്തെ ഒരു ലിപി രൂപമായി കാണുന്ന, ഒരു ഭാഷാരൂപമായിട്ട് കാണുന്ന, അത് തന്നെ ഒരു ലിറ്റററി ഭാഷയായിട്ട് കാണുന്ന, അല്ല ഉൾനാടിൽ വികാസം പ്രാപിച്ച ഒരു ഭാഷയായിട്ട് കാണുന്ന ഒരുപാട് പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഇതിനെ പറ്റിയുള്ള ചില നിരീക്ഷണങ്ങളാണ് ഹുസൈൻ രണ്ടത്താണി സാഹിബ് നമുക്ക് മുന്നിൽ വെക്കുന്നത്. നമസ്കാരം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമുണ്ട്. വളരെ ഗഹനമായ ചർച്ചകളാണ് നടക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസിനെ കുറിച്ച് പറഞ്ഞു. വളരെ ചരിത്രരംഗത്ത് വലിയൊരു മാറ്റം അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോ സെൻട്രിക് ആയിട്ടുള്ള യൂറോപ്യന്മാരുടെ അബദ്ധങ്ങൾ മുഴുവനും പുറത്തു കൊണ്ടുവരുവാൻ യഥാർത്ഥത്തിൽ യൂറോപ്യന്മാർ തന്നെ ആവിഷ്കരിച്ച ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസ്. നമുക്കറിയാം, വളരെ മുമ്പ് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഒരുപാട് റഹലത്തുകൾ അല്ലെങ്കിൽ സഞ്ചാര സാഹിത്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ സഞ്ചാര സാഹിത്യങ്ങളെ അപ്പടി വായിച്ച് അത് ഭാഷകളിലേക്ക് ഭാഷാന്തരം വരുത്തുക എന്നല്ലാതെ അതിൻ്റെ ഒരു ഇൻട്രാ സ്റ്റഡീസ് കാര്യമായിട്ട് അടുത്ത കാലം വരെ നടന്നിരുന്നില്ല. അപ്പോൾ അതിലേക്ക് വെളിച്ചം വീശാൻ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യൂറോപ്യന്മാർ കെട്ടിപ്പൊക്കിയ ഒരുപാട് ധാരണകൾ, നമ്മെക്കൊണ്ട് വിശ്വസിപ്പിച്ച ഒരുപാട് അസത്യങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുവന്ന് അതൊന്നും ശരിയല്ല എന്ന് ഉറക്കെ പറയാനുള്ള ആർജവം യഥാർത്ഥത്തിൽ ഇന്തോനേഷ്യൻ സ്റ്റഡീസിൽ അവഗാഹം നേടിയ നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നുണ്ട് എന്നതും വളരെ ശുഭോദർക്കമാണ്. നമുക്ക് അറിയാം, ഈ ഇന്ത്യൻ ഓഷ്യൻ എന്നത് മാത്രമല്ല, ശരിക്കുമുള്ള ഒരു മൈഗ്രേഷൻ അല്ലെങ്കിൽ ഡയസ്പോറിക് സ്റ്റഡീസ് നമ്മളെടുത്ത് നോക്കുമ്പോൾ നമ്മളധികവും സംസാരിക്കുക അവിടെയുള്ള വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചാണ്.
ശരിയാണ്, വ്യാപാര ബന്ധമാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ഈ ഒരു സാമ്പത്തിക കാരണമാണ് അവരുടെ മൈഗ്രേഷൻ പ്രേരിപ്പിച്ചിരിക്കാം എന്ന് നമുക്ക് പറയാം. പക്ഷേ മൈഗ്രേഷൻ അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരർത്ഥത്തിൽ അത് വ്യാപാരം മാത്രമല്ല ഈ മൈഗ്രേഷന് കാരണമായിട്ടുള്ളത്. അതേക്കാളും കൂടുതലായിട്ട് ജീവിക്കാനുള്ള തങ്ങളുടെ ആഗ്രഹം, കൊതി, പലപ്പോഴും ഈ പേഴ്സിക്യൂഷൻസ് ആണ്, അല്ലെങ്കിൽ അടിച്ചമർത്തലുകളും അതുപോലെ നിഷ്കാസനവും പേർജും. ഇന്ന് നമ്മൾ പലസ്തീനൊക്കെ ഗസയെക്കുറിച്ച് വായിക്കുന്നത് പോലെ അക്കാലത്ത് ഒരർത്ഥത്തിൽ അവരുടെ മർദ്ദനങ്ങളിൽ നിന്ന്, രാജാക്കന്മാരുടെ മർദ്ദനങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പല ഭാഗത്തേക്കും ഇങ്ങനെ സഞ്ചരിച്ച ആളുകളുടെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ പഠന വിധേയമാക്കേണ്ടത്. ഒരു കോറിലേഷൻ അത് തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ സാമ്രാജ്യത്വത്തിൻ്റെ കീഴിലുള്ള സഞ്ചാരങ്ങളെ അതുമായിട്ട് താരതമ്യം ചെയ്ത് പഠിക്കാൻ നമുക്ക് കഴിയും. കേവലം ഒരു കച്ചവടമാണ്, വ്യാപാരമാണ് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എന്ന് മാത്രം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ വന്ന എല്ലാവരും അങ്ങനെ വന്നതാണോ എന്ന ചോദ്യം ബാക്കിയാവും. യഹൂദന്മാർ വന്നിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ വന്നിട്ടുണ്ട്, അതുപോലെ അതിന് മുമ്പ് തന്നെ ഫിനീഷ്യക്കാർ വന്നിട്ട്, നബാത്തിയന്മാർ വന്നു. ഇങ്ങനെ ഗ്രീക്കുകാരും റോമക്കാരും എല്ലാവരും വന്നത് എല്ലാവരും കച്ചവടത്തിന് വേണ്ടിയല്ല, മറിച്ച് വലിയൊരു വിഭാഗം കച്ചവടത്തിന് വേണ്ടി തന്നെയാണ്. അതല്ല എന്നുള്ളത് നമ്മളെ എതിരാകുന്നില്ല. പക്ഷേ ഇവർ എന്താണ് ചെയ്തത് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ കുറേ വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്തു എന്നതിലേക്ക് അപ്പുറം ഒരു സാംസ്കാരിക വിനിമയം അത് എങ്ങനെയൊക്കെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോഴും ഈ യൂറോപ്യന്മാർ നമ്മളെ വിശ്വസിപ്പിക്കുന്നത് അവരുടെ ഭാഷ അത് നൂതനമാണ്, അവരാണ് എല്ലാം കണ്ടുപിടിച്ചത്, ബാക്കി അതിന് മുമ്പൊരു കണ്ടുപിടുത്തം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ അത് അറബിയിലെ അലിഫ്, ബാത്ത എന്നീ വാക്കുകൾ, അക്ഷരങ്ങൾ ചേർന്നതാണ് എന്ന് നമുക്ക് പഠിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷേ അത് കാണുമ്പോൾ നമുക്കിത് ബോധ്യമാണല്ലോ. ഇങ്ങനെ ഓരോന്നും എടുത്തു നോക്കുമ്പോൾ ഇന്ന് നമ്മൾ അൽ എന്ന് ചേർത്ത് പറയുന്നതൊക്കെ അറബിയുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അൽഫ, ഗാമ അല്ലെങ്കിൽ ബീറ്റ എന്നുള്ളത് അലിഫ്, ബാത്ത എന്ന അക്ഷരങ്ങളിലൂടെ വന്നതാണ് എന്ന് എന്തുകൊണ്ട് യൂറോപ്യന്മാർ പറയുന്നില്ല? അവർ മിണ്ടുന്നില്ല. കാരണം ഇതൊക്കെ ഈ ഒരു സ്റ്റഡി കൊണ്ടുണ്ടായതാണ്. നമുക്കറിയാം ഒരുപാട് കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ ഉത്ഭവം ഈ മധ്യപൂർവ്വ ദേശത്ത് നിന്നാണ് എന്നുള്ളത് നമുക്കറിയാം. അറബികൾ ആയിട്ട് മാത്രമുള്ളവരല്ല നമ്മൾ ഈ സെമിറ്റിക് എന്ന് പറയുന്നത്. നമ്മുടെ ഈജിപ്തും അതുപോലെ തന്നെ സിറിയയും ഒക്കെ സെമിറ്റിക്കായിട്ടാണ് അറിയപ്പെടുന്നത്. അവിടെയുള്ളവർ അതിൻ്റെ അപ്പുറത്തു നിന്നാണോ ഗ്രീക്കുകാർ വന്നത്? അമേരിക്കയിൽ നിന്ന് വന്നവരാണോ ഗ്രീക്കുകാർ? റോമക്കാർ അമേരിക്കൻ ഭാഗത്തു നിന്ന് വന്നതാണോ? അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ അപ്പുറത്തു നിന്ന് വന്നതാണോ? ഇതെല്ലാം ഈ ഒരു മധ്യപൂർവ്വ പ്രദേശം എന്ന് പറയുന്ന പ്രദേശത്ത് ഉള്ളവർ തന്നെയാണ്. അതുകൊണ്ട് അറബികളെ വേറെയും ഗ്രീക്കുകാരെയും റോമക്കാരെയും വേറെയും ആക്കേണ്ട ഒരു ആവശ്യമില്ല. ഗ്രീക്കുകാരുടെ കേന്ദ്രമായിരുന്നില്ല ഈജിപ്റ്റ്, അല്ലെങ്കിൽ സിറിയ ഭാഗത്തായിരുന്നല്ലോ റോമക്കാരുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇന്ന് മധ്യപൂർവ്വ ദേശത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഇവരുടെ ഈ ഡയസ്പോറിക് എക്സ്ചേഞ്ചസ്, ഇവർ തന്നിട്ടുള്ള ഈ എക്സ്ചേഞ്ചസ് യഥാർത്ഥത്തിൽ ഇത് ഇവിടെ തന്നെ ഉള്ള ആളുകളുടേതാണ്. നമ്മൾ പറയും സംസ്കൃതം അത് ഇതൊന്നുമായിട്ട് ബന്ധപ്പെടാത്ത ഭാഷയാണെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ സംസ്കൃതം അത് സെമിറ്റിക് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് പുതിയ നിരീക്ഷണങ്ങൾ പറയുന്നത്. കാരണം ഇന്ത്യ രാജ്യത്ത് തന്നെ അസ്സിറിയൻ ഭാഷയും അർമീനിയൻ ഭാഷയും ഒക്കെ വളരെ സുലഭമായി ഉപയോഗിച്ചിരുന്ന സഞ്ചാരികളുണ്ടായിരുന്നു. അവർ പലരും ഓരോ ചരിത്രത്തെ തേടി വന്നവരാണ്. അൽബിറൂനി ഇന്ത്യയിലേക്ക് വന്നത് കച്ചവടവുമായിട്ടല്ലല്ലോ, പഠിക്കാൻ വേണ്ടി വന്നതാണല്ലോ. അതുപോലെ തന്നെ ഒരു കച്ചവടക്കാരനായിട്ടല്ല ഇബ്നു ബത്തൂത്ത വരുന്നത്. ഈ സഞ്ചാരികളൊക്കെ അധികവും വരുന്നത് അവർ ഈ രാജ്യത്തെക്കുറിച്ചും നാട്ടിനെക്കുറിച്ചും പഠിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ സംസ്കൃതം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് സെമിറ്റിക് ഭാഷകൾ അത് അന്തർലീനമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ദന്തിസ്റ്റ്, പല്ലുമായിട്ട് ബന്ധപ്പെട്ടത് ദന്തിസ്റ്റ് ആണെങ്കിൽ ഈ ദന്തം എന്നുള്ളത് സംസ്കൃതമാണ്. അഗ്നിക്ക് തീ എന്നർത്ഥമുണ്ടെങ്കിൽ അത് ലാറ്റിൻ ഭാഷയിലും അതുപോലെ ഗ്രീക്ക് ഭാഷയിലും ഒക്കെ അഗ്നിയുണ്ട്. അതേക്കുറിച്ച് ചർച്ച നടത്തിയതിന് ശേഷം നമ്മുടെ പെഗ്ഗി മോഹനെ പോലുള്ള ആളുകൾ ഇത് എങ്ങനെയാണ് ഇതൊരു മിശ്രിതമായിട്ട് വന്നു എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയിൽ വലിയ പഠനങ്ങൾ ആവശ്യമാണ് എന്നാണ് തോന്നുന്നത്. നമ്മളിവിടെ മലയാളം എന്ന് പറയുമ്പോൾ ഈ മലയാളത്തിന് വലിയ പഴക്കമൊന്നുമില്ല, മലബാറിന് പഴക്കമുണ്ട്. പക്ഷേ ഈ മലയാളം അല്ലെങ്കിൽ മലയാണ്മ എന്ന ഭാഷയ്ക്ക് ഒരു 15-16 നൂറ്റാണ്ടുകളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയാറുണ്ട് വട്ടെഴുത്തും കോലെഴുത്തും മലയാളത്തിൽ തുടങ്ങി എന്ന്. പക്ഷേ നമ്മുടെ വട്ടെഴുത്ത് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ മലയാള ലിപി തന്നെ ഉണ്ടാകുന്ന തുളു ലിപിയിൽ നിന്ന് ആവിർഭവിച്ചതാണ്.
അപ്പോൾ ഈ ഒരു ലിപികളുടെ ഒരു സഞ്ചാരം നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഇങ്ങനെ മധ്യപൂർവ്വ ദേശത്തേക്ക് നീണ്ടു കിടക്കുന്നത് കാണാം. നമ്മൾ സാധാരണ നബാത്തി എന്ന് പറയുന്ന ഒരു വിഭാഗം ദക്ഷിണ അറേബ്യൻ വിഭാഗമാണ്. അവർ വലിയ സ്വാധീനം നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് പറയുന്ന തമിഴ് ഭാഷയിലും തെലുങ്ക് ഭാഷയിലും വലിയ സ്വാധീനം ഈ ഭാഷയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ ഈ ചരിത്ര ലിംഗ്വിസ്റ്റിക്സ് ഹിസ്റ്റോറിയൻസൊക്കെ പറയുന്നത്. ആന്ത്രോപോളജിക്കൽ സ്റ്റഡീസിൽ ഇഷ്ടംപോലെ ഈ ഭാഷയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഡയസ്പോറിക് ഒരു മൂവ്മെൻറ്റ് യഥാർത്ഥത്തിൽ ഈ ഒരു എല്ലാ ഭാഷകളെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു മധ്യപൂർവ്വ മണം, ഒരു സ്മെൽ യഥാർത്ഥത്തിൽ ഈ ഭാഷകൾക്കൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഭാഷയെ ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായില്ല, ഹിന്ദിയിൽ നിന്ന് പേർഷ്യൻ ഭാഷ മാറ്റണം, അല്ലെങ്കിൽ അതിൽ നിന്ന് മറ്റ് ഭാഷകളൊക്കെ മാറ്റി ഹിന്ദിയെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു മൂവ്മെൻറ്റ് വരെ നടക്കുകയുണ്ടായല്ലോ. അപ്പോൾ നമ്മുടെ ഇർഫാൻ ഹബീബ് ചോദിച്ചല്ലോ, അങ്ങനെയാണെങ്കിൽ ആദ്യം അമിത്ഷാ എന്ന പേര് മാറ്റണ്ടേ? അത് രണ്ടും പേർഷ്യനാണ്, ആ രണ്ട് വാക്കുകളും. അപ്പോൾ അത് മാറ്റണ്ടേ എന്ന് ചോദിച്ചതുപോലെ എങ്ങനെയാണ് ഈ ഭാഷകളിൽ നിന്നൊക്കെ സെമിറ്റിക് ഭാഷകളെ ഇല്ലാതാക്കുക? സെമിറ്റിക് ഭാഷകളെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഒരു അറബിയോ അല്ലെങ്കിൽ ഒരു പേർഷ്യനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭാഷ മാത്രം അല്ല, മറിച്ച് അന്നുള്ള എല്ലാ ഭാഷയും ഗ്രീക്ക് സെമിറ്റിക് തന്നെയാണ്. അത് നമ്മുടെ യൂറോപ്യൻ സ്റ്റഡീസിൽ അത് ഈ 3 ഭാഷയിൽ ഹീബ്രു അല്ലെങ്കിൽ അത് അറബിക്ക് ഇങ്ങനെയുള്ള 3 ഭാഷയായിട്ട് ചുരുക്കിയിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല, അസിറിയനുണ്ട്, അർമീനിയനുണ്ട്. അതുപോലെ തന്നെ അസിറിയ എന്ന് പറയുന്നത് ഈ ഇന്ത്യയുടെ ഭാഷകൾ മൊത്തം സ്വാധീനിച്ചതാണ്. കാരണം നമുക്ക് ഈ ഊർ പ്രദേശവുമായിട്ട് അടുത്ത ബന്ധമാണ്. പറയാറുണ്ടല്ലോ, ഇബ്രാഹിം നബിയുടെ ആളുകൾ ഇന്ത്യയിൽ നിന്ന് കുടിയേറി പാർത്തവരാണ് എന്ന് പറയാറുണ്ടല്ലോ. കാരണം ഇബ്രാഹിം എന്ന് പറയുന്നത് ബ്രാഹ്മണനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അവർ പൂജയുടെ ആളുകളാണ്. അങ്ങനെ അവരിൽ നിന്നൊരു വിഭാഗം പണ്ടെങ്ങോ ഊർ പ്രദേശത്തും ബാബിലോണിയയിലേക്കും മാറിയതിൻ്റെ അവരുടെ പിന്തലമുറക്കാരാണ് ഇബ്രാഹിം നബി എന്നൊക്കെയുള്ള അസംഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ അസംഷൻസൊക്കെ കൂട്ടിച്ചേർന്ന് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബാബിലോണിയൻ സംസ്കാരം നന്നായിട്ട് നമ്മുടെ മോഹൻജാദാരോയിലും പിന്നീട് ആര്യന്മാർ വന്നതും, ഈ ആര്യന്മാർ എങ്ങനെയാണ് വന്നത്? ആര്യന്മാർ ജർമ്മനിയിൽ നിന്ന് അവിടെ നിന്നൊക്കെ വന്ന് അതിലൂടെ വന്ന് പിന്നെ മധ്യേഷ്യയിലൂടെ വന്ന് ഇന്ത്യയിലേക്ക് വന്നതാണ്. അപ്പോൾ ഈ ആര്യന്മാരുടെ ഭാഷയാണല്ലോ സംസ്കൃതം. അവർ സംസാരിക്കുന്ന ഭാഷയല്ല, അവരുടെ വേദഭാഷയാണ് സംസാരിക്കുന്നത്. അവർ ഇങ്ങനെയുള്ള പ്രാകൃത ഭാഷ തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഭാഷ ഇങ്ങനെ യൂറോപ്യൻ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ഇന്തോളജിസ്റ്റുകൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും അതിലെല്ലാം കൂടി ചേർന്നിട്ടുണ്ട്. അസീറിയനും അർമീനിയും അതൊക്കെ സിറിയക്കും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ മൂവ്മെൻറ്റ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുത്ത ഭാഷാ സംസ്കാരം എന്ന് പറയുന്നത് അതിൽ വലിയ പങ്ക് നമ്മുടെ ഇന്ത്യ മഹാസമുദ്രത്തിലൂടെയുള്ള സഞ്ചാരത്തിന് കാരണം ആ സഞ്ചാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ ചുരുക്കി പറയുന്നു. താങ്ക് യു. അപ്പോൾ അടുത്തതായിട്ട് സംസാരിക്കുന്നത് സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനായിട്ടുള്ള ജലീൽ പി കെ എം ആണ്. അപ്പോൾ ജലീൽ പി കെ എമ്മിൻ്റെ ദ ലവിങ് ഇസ്ലാം ദ കൾട്ടിവേഷൻ ഓഫ് എ മുസ്ലിം കമ്മ്യൂണിറ്റി ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റി അഭിലാഷ് മലയിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഡയസ്പോറിക് കമ്മ്യൂണിറ്റികളായ ഹലറമി സൂഫികൾ അവരെങ്ങനെയാണ് കേരളമടക്കമുള്ള ഗുജറാത്ത് അടക്കമുള്ള ഏഷ്യയിലെയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെയും വിവിധ രാജ്യങ്ങളിലേക്ക് കടന്നു പോയതെന്നും അവരുടെ ടെക്സ്റ്റുകളുടെ ഒരു കൈമാറ്റ ശൃംഖല എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നും ആണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത്. അടുത്തിടെ പുറത്തു വന്ന മഹ്മൂദ് കൂരിയയുടെ ഇന്ത്യൻ ഓഷ്യനിലെ കർമ്മശാസ്ത്ര ടെക്സ്റ്റുകളെ പറ്റിയിട്ടുള്ള അതിൻ്റെ കൈമാറ്റങ്ങളെ പറ്റിയിട്ടുള്ളൊരു പ്രധാനമായിട്ടുള്ളൊരു പുസ്തകം പുറത്തു വരികയുണ്ടായി. അപ്പം അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള സൂഫി ഐഡിയകളുടെ, സൂഫി ടെക്സ്റ്റുകളുടെ, കമ്മ്യൂണിറ്റികളുടെ, പ്രൊപ്പഗേറ്റേഴ്സിൻ്റെ ഈ ഒരു കൈമാറ്റത്തെക്കുറിച്ച് കൂടെ സംസാരിക്കുവാൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു അനീസ്. ഈ ഒരു വേദിയിൽ ഇവിടെ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിൽ വളരെ വലിയ സന്തോഷമുണ്ട്. ഇന്ത്യൻ മഹാസമുദ്ര തീരത്തേക്കുള്ള സൂഫിസത്തിൻ്റെ വ്യാപനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ ഹലറമികളെ കേന്ദ്രീകരിച്ച് പറയുന്നതിനേക്കാൾ അതിന് മുമ്പ് നാളെയൊക്കെ അതിൻ്റെ സെഷൻസുകളുണ്ട്. അപ്പോൾ ഒരു ജനറലായിട്ടുള്ള ഈ സൂഫി എക്സ്പാൻഷൻ്റെ കുറച്ച് ആസ്പെക്റ്റുകൾ, അതിൻ്റെ ഹിസ്റ്റോറിയോഗ്രഫിയിൽ വന്നിട്ടുള്ള പ്രത്യേകിച്ചും ഒരു ഡിക്ലൈൻ ഓഫ് സൂഫിസത്തിൻ്റെ ഒരു ഡിക്ലൈൻ മോഡലുണ്ട്, ഒരു 13-ാം നൂറ്റാണ്ടിന് ശേഷം പറയുന്ന. അതിനെ വെച്ചിട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ ഹിസ്റ്ററി ഓഫ് സൂഫി ഓർഡേഴ്സ് എഴുതിയിട്ടുള്ള ട്രിമിംഗ്ഹാമിൻ്റെ പുസ്തകം, അതിലൊക്കെ അദ്ദേഹം പറയുന്നത് ഈ ഒരു പീരീഡിൽ ഒരു ക്ലാസിക്കൽ പീരീഡിന് ശേഷം 13-ാം നൂറ്റാണ്ടിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന ഇൻ്റലക്ച്വൽ പ്രൊഡക്ഷൻ, സൂഫിസത്തിലുള്ള ഇൻ്റലക്ച്വൽ പ്രൊഡക്ഷൻസ് അവസാനിക്കുന്നുണ്ട്.
ഇസ്ലാമിൻ്റെ തന്നെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൻ്റെ തന്നെ ഒരു ഡിക്ലൈന് സൂഫിസം കാരണമാകുന്നുണ്ട്. അതൊരു തരം വെസ്റ്റേൺ റാഷണാലിറ്റിയുടെ രീതിയിലുള്ള ഒരു ചിന്തയിൽ നിന്ന് വരുന്നതാണ്. സൂഫിസം ഒരു ഓറിയൻ്റലിസ്റ്റ് പെർസ്പെക്റ്റീവിലുണ്ടല്ലോ, ഒരു മിസ്റ്റീരിയസ് അല്ലെങ്കിൽ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് കാണുന്നത് എന്നുള്ള രീതിയിൽ ഈ ഡിക്ലൈൻ മോഡലിനെ അവതരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനെ മറുവായനകൾ പിന്നീട് ശക്തമായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കിടക്കുന്നതിന് ഇതിനെ ഏറ്റെടുത്തിട്ടുള്ളത് ഒന്ന് ഓറിയൻ്റലിസ്റ്റുകളാണ്. കാരണം അവരുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട, അവരുടെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള നെഗറ്റീവിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഇൻവേർട്ട് ചെയ്യുന്നത് യു ആർ ബാക്ക്വേർഡ് ആൻഡ് യു ആർ അൺസിവിലൈസ്ഡ്, ഞങ്ങൾ വന്നിട്ട് നിങ്ങളെ സിവിലൈസ്ഡ് ആക്കും, നിങ്ങൾ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള ബിലീഫ്സിനൊക്കെ നിങ്ങൾ കൈമാറും. അപ്പോൾ അതിനേക്ക് ഒരു വളരെ ആപ്റ്റായിട്ടുള്ള ഒരു കൊണോട്ടേഷനാണ് ഇവരുടെ ഈ ഒരു സൂഫിസം ഒരു സൂപ്പർസ്റ്റിഷ്യസിനെ നിലനിർത്തുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിനെ ഏറ്റെടുത്തത് ഒന്ന് ഓറിയൻ്റലിസ്റ്റുകളാണെങ്കിൽ മറ്റൊന്ന് മുസ്ലിം സമൂഹത്തിനകത്ത് നിന്ന് തന്നെയുള്ള റിഫോമിസ്റ്റുകൾ. അവർ ഈ വെസ്റ്റേൺ റാഷണാലിറ്റിയിൽ എന്തൊക്കെ ഇംപ്രസ്ഡ് ആയി വന്നതിന് ശേഷം അവർ പറഞ്ഞത് അവർ കുറച്ചുകൂടി റിലീജിയസ് ആയിട്ടുള്ള ലാംഗ്വേജാണ് അതിനുപയോഗിച്ചത്. ഇത് ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഇല്ലാത്തതാണ്, ഇത് പിന്നീട് വന്നിട്ടുള്ള ഒരു ഇന്നോവേഷൻസാണ്, ഒരു ബിദൈ തോട്ടുകളാണ്, അതുപോലെ അതിലെ സൂപ്പർസ്റ്റിഷൻ ആണ് എന്നുള്ള അതേ ഒരു ടോൺ തന്നെയാണ് അവർ പറയുന്നത്. റിലീജിയസ് ലാംഗ്വേജിലാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ആ ഒരു പീരീഡിനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ നമ്മളെ വെഞ്ചർ ഓഫ് ഇസ്ലാം എഴുതിയിട്ടുള്ള നമ്മളെ ഹോക്സന്റെ കൃതിയൊക്കെ അദ്ദേഹം ആ ഒരു സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലാൻഡ് മാസ് ഏരിയയിലേക്ക് വളരെ വലിയ രീതിയിൽ ഇസ്ലാമിൻ്റെ എക്സ്പാൻഷൻ നടന്ന ഒരു പീരീഡാണ് ഈ ഒരു സമയം. അതിനെ ഇന്ത്യൻ ഓഷ്യൻ സമുദ്ര തീരങ്ങളിലേക്കുള്ള കൂടുതൽ വായനകൾ ഈ അടുത്തായിട്ടാണ് വന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഹോക്സനൊക്കെ പറയുന്നത് ഒരു സൂഫി ഇസ്ലാമിൻ്റെ ഒരു ഇൻ്റർനാഷണലിസം സംഭവിച്ച ഒരു പീരീഡ്, അല്ലെങ്കിൽ സുന്നി ഇസ്ലാമിന് ഇൻ്റർനാഷണൽ സംഭവിച്ച ഒരു പീരീഡ് എന്നാണ് അതിനെ പറയുന്നത്. അതേ തന്നെയാണ് പിന്നെ ഇന്ത്യൻ ഓഷ്യൻ തീരങ്ങളിലെ ഇപ്പോൾ ഹദ്റമികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഗ്രേവ്സ് ഓഫ് തെരീമിൽ യങ്സങ്ങൊക്കെ പറയുന്നത് ഇത് ഇസ്ലാമിക് എക്യുമെനിസമാണ്. എക്യുമെനിസം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഒരു ഏകതാ സ്വഭാവം ഈ റീജിയണിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് വരുന്നത് പല ത്വരീഖത്തുകളുടെയും പല സൂഫി ഓർഡേഴ്സിലൂടെയും ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വിശദമായ വായനകൾ നമ്മൾ കൂടുതലായിട്ടുള്ള വായനകൾ ഇനിയും നടത്തേണ്ടിയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ആ ഒരു പീരീഡിനെ നോക്കുമ്പോൾ 13-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ വളരെ വലിയ വ്യാപാരത്തിൽ വലിയ മാറ്റങ്ങൾ നടന്ന ട്രേഡിൻ്റെ ഷിഫ്റ്റ് നടന്ന റെഡ് സീയിൽ നിന്നും പേർഷ്യൻ ഗൾഫിൽ നിന്നും റെഡ് സീയിലേക്ക് മാറിയ ഒരു പീരീഡാണ്. അപ്പോൾ അവിടെ കൈറോ എമർജ് ചെയ്യുന്നുണ്ട്, ഏദന് വരുന്നുണ്ട്, കാലിക്കറ്റ് വരുന്നുണ്ട്, ക്യാമ്പൊക്കെ, ഇതൊക്കെ പുതിയ പുതിയ തുറമുഖങ്ങളായിട്ട് വരുന്ന ഒരു സമയമാണ്. ഇവിടെയൊക്കെ നമ്മൾ ഇപ്പോൾ ആ കാലത്തുള്ള ഹിസ്റ്ററി എഴുതിയ ആളുകൾ, ഇപ്പോൾ ഇബ്നു ബത്തൂത്തയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെയും സൂഫിസത്തിൻ്റെ വളരെ ശക്തമായ സാന്നിധ്യത്തെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കാസറൂനി ത്വരീഖത്തിൻ്റെ ആളുകളെ ഇവിടെ കാണുന്നു, കാലിക്കറ്റിൽ കാണുന്നു, കൊല്ലത്ത് കാണുന്നു, ഫഖ്റുദ്ദീൻ കാസറൂനിയെ കാണുന്നു, ഷിഹാബുദ്ദീൻ കാസറൂനിയെ കാണുന്നു. അപ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ടുള്ള ഒരു സൂഫിസത്തിൻ്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഹിസ്ബുൽ ബഹർ, നമ്മുടെ ബഹറിൻ്റെ ലിറ്റനീസ് ഓഫ് ദ സീസ്, ബഹറിനെ അല്ലെങ്കിൽ സമുദ്രത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ, അതുപോലെ മറ്റുള്ള ത്വരീഖത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഹൈദരി ത്വരീഖത്ത് പോലുള്ള എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയിട്ടുള്ള ത്വരീഖത്തുകളെ കുറിച്ച് പറയുന്നു, ഖിളിർ പള്ളികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വളരെ ഈ രീതിയിൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ സൂഫിസം ആ ഒരു ഇന്ത്യൻ ഓഷ്യൻ പീരീഡിലേക്കുള്ള എക്സ്പാൻഷൻ വരുന്ന സമയത്ത് ഇന്ത്യൻ ഓഷ്യൻ തീരങ്ങളിലേക്ക് അതിൻ്റെ ഒരു മാരിടൈം റൂട്ടിലൂടെ വളരെ ട്രാങ്ക്വൈലായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് ഈ സൂഫിസം ഇവിടെ എക്സ്പാൻഡ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ഹിസ്റ്ററിയെ നമ്മൾ വേണ്ട വിധം വായിക്കുന്നില്ല. നമ്മൾ ലാൻഡ് ഏരിയയിലേക്കുള്ള പൊളിറ്റിക്കൽ ഇൻവേഷനെയാണ് കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ഇപ്പോൾ അഭിലാഷ് ഇവരൊക്കെ സംസാരിച്ചതുപോലെ ഇന്ത്യൻ ഓഷ്യൻ പെർസ്പെക്റ്റീവിൻ്റെ ഈ ഒരു പുതിയ രീതിയിലുള്ള ഗവേഷണങ്ങൾ, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പഠനങ്ങൾ കൂടുതലായിട്ട് വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അടുത്തതായി സത്യൻ മാടാക്കരയിലേക്ക്. അദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ടുള്ള ബാക്കി 3 പേരിൽ നിന്നും വ്യത്യസ്തമായി കടലിനെ നോക്കിക്കാണുകയും കടലിനെ ജീവിതത്തിൽ അനുഭവിക്കുകയും അതിനെ തൻ്റെ രചനകളിൽ ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ ഗവേഷണങ്ങളിൽ കൂടെ കടലുമായി ബന്ധപ്പെട്ട തുറമുഖങ്ങളും പലപ്പോഴുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾക്ക് വിഷയീഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വില്യം ലോഗൻ്റെ ചില തുറമുഖങ്ങളിലേക്കുമായുള്ള നിരീക്ഷണങ്ങളിലേക്ക് തൻ്റെ ചില കണ്ടെത്തലുകളെ ചേർത്ത് വെച്ചാണ് അദ്ദേഹം ഇന്നിവിടെ സംസാരിക്കുക.
ഏകദേശം 13-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള 600 കൊല്ലാണ് മലബാറിലെ സാമൂതിരിമാർ ഭരിച്ചത്. അക്കാലത്തെയാണ് സാമൂതിരിക്കാലം എന്ന് അറിയപ്പെടുന്നത്. ഈ 13-ാം നൂറ്റാണ്ടിൽ സാമൂതിരിമാർ വന്നെങ്കിലും മാർക്കോ പോളോ എന്ന് വരുന്ന സമയത്ത് കോഴിക്കോടൻ തുറമുഖത്തെക്കുറിച്ചൊന്നും പോളോയുടെ രേഖകളൊന്നും രേഖപ്പെടുത്തി വെച്ചില്ല. പിന്നീട് ബൻ ബത്തൂത്ത, മഹ്വാൻ, സുലൈമാൻ, നിക്കോളോ പൗണ്ടി, അങ്ങനെ നിരവധി നിങ്ങളറിയാത്ത അറബി മലയാളത്തിലെ തുറമുഖ ചരിത്രം, റാസൽ കൈമ അറബ് ഈ സംരക്ഷണാലയത്തിൽ പോയി നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. അതുപോലെ ഷാർജയിലുണ്ട്. അവിടെയൊക്കെ അന്നത്തെ കാലത്തെ സഞ്ചാരികൾ അറബിയിൽ തന്നെ രേഖപ്പെടുത്തി വെച്ച ഈ പറയുന്നതിനപ്പുറമുള്ള ഒരുപാട് ചെറുകിട സഞ്ചാരികളുടെ ഓർമ്മക്കുറിപ്പുകളുണ്ട്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു മലബാറിനെയാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. പക്ഷേ കൊളോണിയൽ രചനാരീതിയുടെ ഒരു സാമ്പ്രദായികതയുണ്ട്. ആ സാമ്പ്രദായികതക്കുള്ളിൽ നിന്നുകൊണ്ട് ലോകൻ രേഖപ്പെടുത്തി വെച്ച ചില 10ഓളം മലബാറിലെ തുറമുഖങ്ങളിലൂടെയാണ് നമ്മളിപ്പോഴും മലബാറിനെ വായിക്കുന്നത് എന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. കാരണം ലോകൻ പറഞ്ഞിരിക്കുന്ന ഈ 10ഓളം തുറമുഖങ്ങൾക്കപ്പുറത്തേക്ക് നീണ്ടുകിടക്കുന്നതാണ് ഏകദേശം പൊന്നാനി മുതൽ മംഗലാപുരം വരെയുള്ള തുറമുഖ മേഖല എന്നാണ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ പല കാര്യങ്ങൾ തന്നെ ലോകനും ബ്രിട്ടീഷ് സർക്കാരും മറച്ചു വെച്ചെങ്കിലും നമുക്ക് പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ചീനക്കാരാണ് ഇവിടെ ചെമ്പ് ഇറക്കിയിരിക്കുന്നത്. ഈ ചെമ്പ് ചീനയിലെ ബഹുമാനമൊക്കെ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വലിയ ഒരു കപ്പലിൻ്റെ 3/4 ഭാഗത്തോളം ചെമ്പ് കോഴിക്കോട് ഇറക്കിയതിൻ്റെ ഫലമായി ചെമ്പ് മാത്രമല്ല, രസം, ഈയം, നാഗം ഇതൊക്കെ ഇറക്കിയതിന് പോയാൽ വലിയൊരു ഓട്ട് വ്യവസായം തന്നെ മലബാറിൽ രൂപപ്പെടുകയും അങ്ങനെയാണ് ഓട് രൂപത്തിലുള്ള പാത്രങ്ങളും മറ്റ് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളും മലബാറിൽ പ്രചരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ലോകലിൻ്റെ കുറിപ്പുകളിലോ മറ്റൊന്നും കാണുന്നില്ല. ചില ഞാൻ പുറത്ത് ജീവിച്ച ഒരാളായതുകൊണ്ട് അറബി മലയാളത്തിലെ എൻ്റെ വളരെ സുഹൃത്തുക്കളായ അറബികളിലൂടെ വായിച്ചെടുത്ത ചില തെളിവുകളിലൂടെയാണ് ഞാൻ പോലും മനസ്സിലാക്കുന്നത്. പിന്നെ അതേപോലെ വടകര കേന്ദ്രമാക്കി ചീനക്കപ്പലുകൾ വളരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. വീരാളിപ്പട്ടുകൾ പുത്തൂരൻ ഈ ആളുകൾക്കൊക്കെ ഉടുക്കാനൊക്കെ അവർ വാങ്ങിച്ചു കൊണ്ടുവരും. ചീനമൂട് എന്ന് പറഞ്ഞൊരു സ്ഥലം തന്നെ വടകരക്കടുത്തുണ്ട്. അത് ഈ ചീനത്ത് നിന്ന് വരുന്ന വലിയ കപ്പലുകൾ അടുത്ത ഒരു തുറമുഖമായിരുന്നു. അതേപോലെ ഇങ്ങനെ ഈ ഓരോ ചോമ്പാല, ഞാൻ താമസിക്കുന്ന ആ സ്ഥലത്ത് വലിയ കൊപ്ര വ്യവസായത്തിൻ്റെ കേന്ദ്രമായിരുന്നു. അവിടെ നിന്ന് ബോംബെയിലേക്കും മറ്റ് പല സ്ഥലങ്ങളിലേക്കും ഉരുക്കളിൽ കൊണ്ടുവരുന്നു. കൊപ്ര, തേങ്ങ ഒക്കെ കൊണ്ടുവരുന്നു. വടകര അതുപോലെ വലിയ ഈ കുറ്റിയാടി, നാദാപുരം, അതേപോലെ വയനാടൻ മേഖലയിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ, തേങ്ങ ഈ മൂരാട് പുഴയിലൂടെ വള്ളങ്ങളിൽ കൊണ്ടുവന്ന് കയറ്റിപ്പോയ വലിയ ഒരു തുറമുഖമായിരുന്നു വടകര. ഇതൊന്നും ലോകലിൻ്റെ വിവരണങ്ങളിൽ നമ്മൾ കാണുന്നില്ല. പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു 10-35 കൊല്ലം തുറമുഖത്തെ ഒരു ഉദ്യോഗസ്ഥ മേഖലയുള്ള ഒരാളായതുകൊണ്ട് അറബികളിൽ നിന്ന് ഞാൻ നോക്കിക്കണ്ട ചില നിരീക്ഷണങ്ങൾ, നമുക്കൊരു ഹ്യൂമാനിറ്റി സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞ ഒരു പുതിയ ചരിത്ര പദ്ധതിയിലേക്ക് തന്നെ, ഇത് എൻ്റെ ഒരു വാക്കാണ്, ഒരു ഹ്യൂമാനിറ്റി സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞ ഒരു പദ്ധതിയിൽ കൂടി തന്നെ ചരിത്രത്തെയും ഈ തുറമുഖ യാത്രയെയും നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ഈ പോസ്റ്റ് മോഡേൺ കാലത്തെന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ ഈ സൂഫിസത്തിലുള്ള ആളുകൾ സ്ഥാപിച്ച കേരളത്തിലെ കൊടുങ്ങല്ലൂർ മുതൽ പിന്നെ മംഗലാപുരം വരെ സ്ഥാപിച്ച പള്ളികൾ, ഈ സൂഫി വര്യന്മാരായി ഈ ആളുകൾ സ്ഥാപിച്ച പള്ളികളിൽ അവരെ എങ്ങനെയാണ് വെറും മതപ്രചരണത്തിനല്ല വന്നത്, അവർ ഹ്യൂമാനിറ്റി കലർന്ന വളരെ ഏറ്റവും അടിത്തട്ടിലുള്ള അന്യവൽക്കരിക്കപ്പെട്ട ഏറ്റവും അടിത്തട്ടുള്ള ആളുകൾക്ക് വൈദ്യം മറ്റ് പല സഹാനുഭൂതി നിറഞ്ഞ കാര്യങ്ങളുമായിട്ടാണ് അവർ ബന്ധം. മമ്പുറം തങ്ങളെക്കുറിച്ച് ഉള്ള ഒരു വളരെ പ്രശസ്തമായ
കണ്ടെത്താനും ഒക്കെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ അവിടെയുള്ള ഏറ്റവും ആശാരിമാരായിരിക്കുന്ന അന്നത്തെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട വിഭാഗമായ ഹിന്ദു മതത്തിൽ അവർക്ക് ഒരു കളിയാട്ടക്കാവ് എന്ന് പറയുന്ന കാവുണ്ടാക്കി കൊടുക്കുകയും അവിടെ എല്ലാവിധ ഉത്സവത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്ത ഒരു രീതി അന്നത്തെ പൗരോഹിത്യ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു. ഇത് മമ്പ്രനഗർ വേറെ രീതിയിൽ ചെയ്യാമെങ്കിൽ പിന്നെ മറ്റ് പല സൂഫി ആചാര്യന്മാർ വേറെ പല രീതിയിലും ചെയ്തിട്ടുണ്ട്. രാജാക്കന്മാർക്ക് പല അസുഖങ്ങളും മാറാവ്യാധികളും വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ച് മാറ്റി കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പിന്നെ സ്ഥലം വേണോ, പൊന്ന് വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുന്ദരിയായ ഭാര്യയെ വേണോ? ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ സൂഫി വര്യന്മാരായ ആളുകൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ആ പ്രദേശത്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥനാലയം വേണം എന്നാണ്. അങ്ങനെ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട പള്ളികളും നിങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്തരം സൂഫി വര്യന്മാർ ഇത്തരം സഹാനുഭൂതി നിറഞ്ഞ ഹ്യൂമാനിറ്റി നിറഞ്ഞ പ്രവർത്തന ചര്യയിലൂടെ നേടിയെടുത്ത കാര്യമാണെന്ന് കണ്ടെത്താം. അതേപോലെ നമുക്ക് നമ്മുടെ ചരിത്രം ഇപ്പം ഈ വലിയ ഫെസ്റ്റിവൽ നടക്കുന്ന മലബാറിനെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന സമയത്തും നമുക്ക് നമ്മുടെ ചരിത്ര കേന്ദ്രങ്ങൾ സംരക്ഷിക്കാനായോ എന്ന കാര്യത്തിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പം ഇവിടെ അടുത്ത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് പിന്നെ സാമൂതിരിയുടെ നാണയം അച്ചടിച്ചിരുന്ന സ്ഥാപനം ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അവിടെ ആ സ്ഥാപനമില്ല, ആ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ അടുത്ത് തന്നെയാണ് ചൈനക്കാരുടെ വസ്ത്രങ്ങളൊക്കെ വിറ്റിരുന്ന പട്ടുതെരുവ്. ഇപ്പോൾ പട്ടുതെരുവുണ്ട്. പക്ഷെ അത് അങ്ങനെ നമുക്ക് വേണ്ടുന്നതായ ചരിത്ര രചനകൾ പോലും സംരക്ഷിക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ചരിത്രഘടന നിലനിൽക്കുന്നത്. പിന്നെ ഒരു കാര്യം, എന്തുകൊണ്ട് മലബാറിൽ അല്ലെങ്കിൽ കേരളത്തിൽ നമ്മുടെ ചരിത്ര മറ്റ് കർണാടകത്തിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ ഉള്ളതുപോലെ തമിഴ്നാട്ടിലോ ഉള്ളതുപോലെ ഉണ്ടായില്ല എന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ വളരെ പ്രായോഗിക തലത്തിലൂടെ ചിന്തിച്ചാൽ കണ്ടെത്തുന്ന കാര്യം, ഇവിടെയെല്ലാം ചെങ്കല്ലിലുള്ള സംഗതികളായിരുന്നു, ചരിത്ര വസ്തുതകളായിരുന്നു നമ്മൾ നിർമ്മിച്ചിരുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടക്കുന്ന പഴയകാല രീതിയിൽ പലതും അടിച്ചു ചേർത്തപ്പെടാൻ എളുപ്പമായിരുന്നു ഈ ചെങ്കല്ലിൽ പണിത സ്ഥാപനങ്ങൾ. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട രേഖകളായി മലബാറിലോ അല്ലെങ്കിൽ കേരളത്തിൽ മുഴുവനുള്ള സ്ഥലങ്ങളിലോ രൂപപ്പെടുത്താൻ കഴിയാതെ പോയത് എന്നുള്ളത് ഒരു പ്രായോഗികമായ ഒരു ചരിത്ര വസ്തുതയാണ്. മറ്റൊന്ന്, നമുക്ക് പലപ്പോഴും തുറമുഖം എന്ന് കേൾക്കുന്ന സമയത്ത് കടൽ യാത്ര, നേരത്തെ പറഞ്ഞതുപോലെ കടൽ കടക്കുന്നതിനുള്ള സവർണ ഹിന്ദുത്വത്തിൻ്റെ വിലക്കുകൾ, കടൽ ജോലി ചെയ്യുന്നവരെ ഇപ്പോൾ ഇസ്ലാമിലാണെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞുള്ള അവമതി, പിന്നെ ഹിന്ദുവിലാണെങ്കിൽ മുക്കുവൽ എന്ന് പറഞ്ഞ സ്ഥിതി, പിന്നെ അങ്ങ് തിരുവനന്തപുരത്താണെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ ആളുകളുടെ അവമതി, ഇതൊക്കെ. അതുകൊണ്ട് ഉൽപാദന ബന്ധങ്ങളിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ, തുറമുഖത്തെ കാര്യങ്ങൾ ഇടപെടുന്നത് എന്നുള്ളത് കൊളോണിയൽ രീതി മാറ്റിവെച്ചുകൊണ്ട് വേറെ തരത്തിൽ പഠനം നടത്താനും വേറെ തരത്തിൽ ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇപ്പം ഞാൻ ജീവിച്ച 35 കൊല്ലത്തെ കാലത്തെ തുറമുഖ ജീവിതത്തിലെ ഒരു കാര്യം ഞാൻ പറയാം. അവിടെ IAS ജോലി ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന വലിയൊരു ഓഫീസർ, അവർക്കൊരു അഭിമാനമാണ് ഒരു ഓടം അല്ലെങ്കിൽ ഒരു ബോട്ട്, ഫൈബർ ബോട്ട് ഉണ്ടാവും എന്നുള്ളത്. അവർ ജോലി കഴിഞ്ഞ് വന്നാൽ നേരെ അവർ പോകുന്നത് ആ ബോട്ടുമായിട്ട് അവർക്ക് ആവശ്യമായ, അവർക്ക് കഴിക്കാനുള്ള മീൻ പിടിക്കാനാണ്. അവർക്ക് അതിൽ യാതൊരു അവമതിയുമില്ല. അവരവരുടെ ട്രഡീഷണൽ ഒരു പൈതൃകം എന്ന നിലക്കാണ് അവർ ആ യാത്രയെ കാണുന്നത്. അതേപോലെ എല്ലാ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ അവരെന്ത് ചെയ്യുന്നു, ഈ കടൽ പോകുന്ന ആളുകളെ വെച്ചുകൊണ്ട് അവർക്കുള്ള വഞ്ചിതൊടിയൽ, ഇപ്പം പോസ്റ്റ് മോഡേൺ രീതിയിലുള്ള വലിയ ബോട്ട് മത്സരങ്ങൾ, ഇതൊക്കെ അവരുടെ ഒരു ട്രഡീഷണൽ പൈതൃകം എന്ന നിലക്ക് ഇത്രയും വലിയ ഒരു പോസ്റ്റ് മോഡേൺ ആയ ഒരു സംസ്കൃതിയിൽ ജീവിക്കുമ്പോഴും അവർ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് ഇപ്പോഴും അത്തരം ജോലിയോട് അല്ലെങ്കിൽ കടൽ പോവുക എന്നുള്ളതിനോട് വളരെ ഒരു അവജ്ഞയായ ഒരു രീതിയാണ് നമ്മൾ പിന്തുടരുന്നത്. അത് തികച്ചും കൊളോണിയൽ രീതിയിൽ നിന്ന് ഈ രീതിയിലുള്ള നോക്കിക്കാണലും വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ
ഏത് ഹ്യൂമാനിറ്റി സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞ ഒരു രൂപഘടന തന്നെ ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യേതര ഘടനയിൽ പ്രവർത്തനത്തിൽ എങ്ങനെയൊക്കെയാണ് ഈ തുറമുഖങ്ങൾ അവൻ്റെ ജീവിതത്തെ നിലവാരം ഉയർത്തലിലേക്കും അവൻ്റെ ജീവിതത്തിൻ്റെ സംസ്കരണ രൂപത്തിലേക്കും നയിക്കുക എന്നുള്ളത് പഴയ അംശങ്ങൾ വെച്ചുകൊണ്ട് പുതിയ രീതിയിൽ പടുത്തുയർത്താൻ പ്രേരിപ്പിക്കേണ്ടതാണ്. അതിൽ ഈ വേദി ഈ ചർച്ച ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് സമയം വളരെ വൈകിയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചർച്ച ചെയ്ത ഓരോ വിഷയങ്ങളും ഓരോ സെഷനുകൾ അർഹിക്കുന്ന അല്ലെങ്കിൽ അതിലേറെ അർഹിക്കുന്ന വിഷയങ്ങളാണ്. ഹിസ്റ്റോറിയോഗ്രഫിയെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ഹളറമി ഡയസ്പോറയെ പറ്റിയുള്ള കാര്യങ്ങളാണെങ്കിലും സൂഫികളെ പറ്റിയുള്ള കാര്യങ്ങളാണെങ്കിലും ഭാഷയുടെ കൈമാറ്റങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാണെങ്കിലും അപ്പോൾ നമ്മുടെ സെഷൻ ഒന്നുകൂടെ ഓപ്പൺ എൻഡഡ് ആയിട്ട് മാറുകയാണ്. പരസ്പരം സംവദിക്കുവാനും ഈ വിഷയങ്ങളെയൊക്കെ മുൻനിർത്തി എങ്ങനെയായിരിക്കും പുതിയൊരു അന്വേഷണ തലം രൂപപ്പെടുന്നത് ഇന്ത്യൻ ഓഷ്യനെ ചുറ്റിപ്പറ്റി, അല്ലെങ്കിൽ ഇതുപോലുള്ള പരസ്പരമുള്ള കൈമാറ്റങ്ങളെ രൂപപ്പെടുത്തി വിനിമയങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു പുതിയ ഗവേഷണ തലം രൂപപ്പെടുത്തേണ്ടത് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ചർച്ചയുടെ ഗതി നിയന്ത്രിക്കാമെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ഗവേഷകരായിട്ടുള്ള പഠിതാക്കളായിട്ടുള്ള ആളുകൾ കൂടിയാണ് നമ്മുടെ ഓഡിയൻസിലുള്ളത്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. പ്രത്യേകിച്ചും ഹുസൈൻ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഒരു യൂറോ സെൻട്രിക് ആയിട്ടുള്ള ചരിത്ര രചനയുടെ ഒരു രീതിശാസ്ത്രത്തിൽ നിന്ന് മാറി, അല്ലെങ്കിൽ സ്ഥല കേന്ദ്രീകൃതമായിട്ടുള്ള ലാൻഡ് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ചരിത്ര രചനയുടെ രീതിശാസ്ത്രത്തിൽ നിന്ന് മാറിയിട്ട് ഒന്നുകൂടെ ട്രാൻസ്നാഷണലായ പരസ്പരം കൈമാറ്റങ്ങളിലേക്ക് കടക്കുന്ന ഒരു ചരിത്ര രചന എന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസ് രൂപപ്പെട്ടു വരുന്നത്. ഫ്രഞ്ച് അനൽസ് സ്കൂളിൻ്റെ ലോങ്ങേ ദുരേ പോലുള്ള കൺസെപ്റ്റുകളെ പറ്റി. അപ്പോൾ മലബാറിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു നിരീക്ഷണ പ്രകാരം മലബാറിൽ ഒരുപാട് പഠിക്കപ്പെടാതെ കിടക്കുന്ന ഒരുപാട് മേഖലകൾ ഇന്നുമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പുതിയ ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു വിശാലമായിട്ടുള്ള ഒരു ക്യാൻവാസിനെ അത് ചർച്ചയിലേക്ക് എടുക്കുന്നു, വിശാലമായിട്ടുള്ള ഭൂമിശാസ്ത്രങ്ങൾ അതിനുള്ളിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ വിപുലമായിട്ടുള്ള വൻതോതിലുള്ള വൻ ജിയോഗ്രഫിക് കൈമാറ്റങ്ങളെ മുൻനിർത്തിയുള്ള ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ വളരെ പ്രാദേശികമായിട്ടുള്ള പരോക്യലായിട്ടുള്ള ലോക്കലി ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള പല ചരിത്രപരമായി അടയാളപ്പെടുത്താതെ പോയിട്ടുള്ള പല കാര്യങ്ങളും വിസ്മരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സന്ദേഹം ഇവിടെ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ചും 19-ാം നൂറ്റാണ്ടിനെ പറ്റി 18-ാം നൂറ്റാണ്ടിനെ പറ്റി മാപ്പിള കമ്മ്യൂണിറ്റിയുടെ രൂപവൽക്കരണത്തെ പറ്റി പോലും ഗഹനമായിട്ടുള്ള പഠനങ്ങൾ നമ്മുടെ മുന്നിലില്ല. എന്നാൽ നമ്മളിന്ന് ഇന്ത്യൻ ഓഷ്യനെ പറ്റി വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള കൈമാറ്റങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ യൂറോപ്പിലേക്ക് പോവുകയാണെങ്കിൽ മെഡിറ്ററേനിയൻ സമുദ്രത്തേക്ക് മുൻനിർത്തി ചരിത്രം രൂപപ്പെട്ട ഒരു സാഹചര്യത്തെ പറ്റി അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചരിത്ര രചന ആദ്യമേ നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള അതിൻ്റെ ഒരു അടുത്ത ഘട്ടമായിട്ട് ഒരു നെക്സ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിലാണ് ഇതുപോലുള്ള പുതിയ അന്വേഷണങ്ങൾ, പുതിയ ട്രാൻസ്നാഷണൽ സ്റ്റഡീസുകളൊക്കെ രൂപപ്പെട്ടതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പരിമിതിയെ അല്ലെങ്കിൽ ഈ ഒരു സന്ദേഹത്തെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്? പുതിയ ഗവേഷകരോട് ഇതിലെന്ത് കൺസ്ട്രക്റ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്? അനീസ് അതിൻ്റെ വിശദാംശങ്ങൾ തന്നെ സൂചിപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നു. എനിക്ക് തോന്നുന്നത് ഒരു ചരിത്രം പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ കൂടുതൽ ഉപദാനങ്ങളിലേക്ക് ഇതുവരെ നമ്മളുടെ ശ്രദ്ധ പതിയാത്ത, അല്ലെങ്കിൽ ഇതുവരെ ചരിത്രോപദാനം എന്ന നിലയിൽ പരിഗണിക്കപ്പെടാതിരിക്കുന്ന തരം രജിസ്ട്രീസിലേക്ക് നമ്മളുടെ അന്വേഷണങ്ങൾ പോകേണ്ട ആവശ്യമുണ്ട്. രണ്ട്, അത്തരം ഉപദാനങ്ങൾ നമുക്ക് ചിലപ്പോൾ ലഭിക്കുന്നത് മലബാർ എന്ന തികച്ചും ദേശീയമായി ചിട്ടപ്പെടുത്തപ്പെട്ട ഒരു സ്ഥലപരിമിതിയിൽ നിന്നായിരിക്കില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം സത്യൻ സാർ സൂചിപ്പിച്ചിട്ടുള്ള തുറമുഖങ്ങളെക്കുറിച്ച് പറഞ്ഞു. ലക്ഷദ്വീപിലെ റഹ്മാനിയിൽ കുഞ്ഞി മാലിമിയുടെ റഹ്മാനിക്കകത്ത് ബന്ദർ ദർജ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് ഒരു പഴയ ഒരു കാർട്ടോഗ്രാഫാണ്. ആ കാർട്ടോഗ്രാഫിക് ട്രഡീഷൻ നീണ്ടുപോകുന്നത് ഇസ്താംബൂളിലേക്കും ടർക്കിഷ് കാർട്ടോഗ്രാഫിക് ചിത്രണങ്ങളിലേക്കാണ്. മൊഹിത്ത് പോലെയുള്ള 14-ാം നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ടിലെ ചിത്രണങ്ങളിലേക്കാണ്. ഈ ബന്ദർ ദർജയ്ക്കകത്ത് ഏതാണ്ട് 45ഓളം ആങ്കറേജുകളും തുറമുഖങ്ങളുമാണ്. മലബാറിൽ മാത്രം അന്ന് മക്കത്തുനിന്ന് ആരംഭിക്കുകയും അങ്ങ് ആച്ചെ വരെ നീണ്ടു കിടക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഓഷ്യൻ സ്കേപ്പിനെയാണ് ഈ ബന്ദർ ദർജയ്ക്കകത്ത് കുഞ്ഞി മാലിമി അതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഇതുവരെ ലഭ്യമല്ലാത്ത, ഇതുവരെ പ്രധാനമെന്ന് കരുതപ്പെടാത്ത ഉപദാനങ്ങളിൽ, അത് വാമൊഴിയാകാം, വരമൊഴിയാകാം, അത് മീസാൻ കല്ലുകളാകാം, അബ്ദുള്ള അഞ്ചലത്തിൻ്റെ ഒക്കെ വർക്ക് നമ്മളെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ പരിഗണിക്കപ്പെടാത്ത, മാഷ് തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള റഹ്ലത്തുൽ മുലൂക്ക് തുടങ്ങിയിട്ടുള്ള ഇത് നമ്മൾ
അതുപോലെ തന്നെ ചക്രവർത്തി ഫർമാദിനെ പോലെയുള്ള ഈ ടെക്സ്റ്റൽ ട്രഡീഷനോടൊക്കെ നമ്മുടെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ചരിത്രകാരന്മാർക്ക് വലിയ തരത്തിലുള്ള അവജ്ഞ. ഇത് കള്ളക്കഥകൾ എന്നാണ് MGS അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത്, ചരിത്രത്തിലെ കള്ളക്കഥകൾ എന്നുള്ളതാണ്. അത് ഒരു 50 കൊല്ലം മുന്നേ ഓടേണ്ട വണ്ടിയായിരുന്നു എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ആ നിലയ്ക്ക് നമ്മൾ ഈ തരം ടെക്സ്റ്റൽ എവിഡൻസസ്, ടെക്സ്റ്റൽ പാരമ്പര്യങ്ങളെ, ഈ നിലയ്ക്ക് ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന ഉപദാനങ്ങളെ പഠിക്കാനുള്ള ശ്രമം, അതും മലബാറിന് പുറത്തുള്ള പ്രദേശങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇത് കായൽപട്ടണമാകാം, അത് ബാർക്കൂർ ആകാം, അത് ബോംബെ ആകാം, കറാച്ചി ആകാം, ബന്ദർ അബ്ബാസ് ആകാം, ആ തരത്തിൽ സ്ഥലപരമായിട്ടുള്ള ഒരു തരം വിച്ഛേദനം കൂടെ ഈ ഉപദാനങ്ങളുടെ കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്. അത് പുതിയ ഒരു തരം ഇൻറ്റൻസിഫിക്കേഷന് ഹിസ്റ്റോറിയോഗ്രാഫിയിൽ കാരണമാവും എന്ന് ഞാൻ കരുതുന്നു. പിന്നെ നേരത്തെ മിസ്റ്റർ അനീസു പറഞ്ഞതുപോലെ നമ്മുടെ ഈ മാപ്പിള ഗവേഷകരാണ് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ അധികമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഒരു മൈൻഡ് സെറ്റിനെ നമ്മൾ ആദ്യം മാറ്റേണ്ടതുണ്ട്. നമ്മൾ മാപ്പിള എന്ന് പറയുമ്പോൾ സാധാരണ അത് എവിടെ നിന്ന് ഉത്ഭവിച്ചു, എങ്ങനെ വന്നു? ഒരു 10 പുസ്തകത്തിൽ ഒരു തെറ്റ് ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ ഇത് എങ്ങനെയാണ്? നമുക്കറിയാം മാപ്പിളമാരി എന്ന് പറയുന്നത് അറബികളും അതുപോലെ ഇന്ത്യക്കാരും തമ്മിലുള്ളൊരു ബന്ധത്തിൽ നിന്നാണ് മാപ്പിളമാർ ഉത്ഭവിച്ചത് എന്നൊക്കെയാണ് നമ്മൾ ഇങ്ങനെ പാടി പറഞ്ഞു വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് സാധാരണ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ തന്നെ അറിയാം ഇവിടെയുള്ള മാപ്പിളമാരൊന്നും അങ്ങനെ വന്നവരല്ല എന്നുള്ളത്. കുറച്ച് തങ്ങന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മലബാരികളൊക്കെ വന്നിരിക്കാം. പക്ഷേ ബഹുഭൂരിപക്ഷ ആളുകളും ഇവിടെ കൺവേർട്ട് ചെയ്ത ഇവിടുത്തെ നാട്ടുകാരാണ്. പക്ഷേ ആ ഒരു ഇതിലേക്ക് പോകാതെ എല്ലാവരുടെയും പൂർവികത തേടി ഞാൻ യമനിൽ നിന്ന് വന്നതാണ്, ഞാൻ അറേബ്യയിൽ നിന്ന് വന്നതാണ്, ഇങ്ങനെ ഇവിടെ നിന്നൊന്നും വന്നവരാണെന്ന് പറയാനുള്ള ഒരു ധൈര്യം, ഇതൊരു യൂറോസെൻട്രിക്കാണ്. കാരണം നമ്മൾ ഇവിടെയുള്ള അബോറിജിനൽസ് വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായ ആളുകളാണ് ഈ മാപ്പിളമാർ എന്ന് മാപ്പിളമാർക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടായാലല്ലേ അവർക്ക് ഈ ചരിത്രത്തെ വിലയിരുത്താൻ കഴിയുള്ളൂ. പിന്നീട് നമ്മൾ പറയാറുള്ളത്, സാധാരണ പറയാറും എന്താണ്, നമ്മൾ ചേരമാൻ പെരുമാൾ, ഈ ചേരമാൻ പെരുമാൾ വന്നു പോയി, അതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതുകൊണ്ടാണോ ഇവിടെ ഈ മുസ്ലിം മതം ഉണ്ടായത്? അതുകൊണ്ടാണോ മുസ്ലിം മതം വർദ്ധിച്ചത്? ചേരമാൻ പെരുമാൾ എന്നോ വന്നോ പോകട്ടെ, അത് ഒരു പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കാം. പക്ഷേ ചേരമാൻ പെരുമാൾ വരുന്നതിന് മുമ്പോ ശേഷമോ അതുകൊണ്ട് അറബികൾക്ക് ഇവിടെ വരുന്നതിന് വല്ല തടസ്സമുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞ അറബികൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പറയുന്ന അറബികൾ മാത്രമല്ല, സാധാരണ അറബികൾ എന്ന് പറയുന്ന ആ വിഭാഗം ഇവിടെ അല്ലെങ്കിൽ മധ്യപരിശുദ്ധേശത്തിനിടെ വരുന്ന വിഭാഗം ചോളന്മാരുടെയും ചേരന്മാരുടെയും പല്ലവന്മാരുടെയും ഒക്കെ കാലത്തോട് വരുന്നുണ്ട്. അപ്പോൾ ചേരമാൻ പെരുമാൾ വന്നതിന് ശേഷം ഇവിടെ ഭരണക്രമത്തിൽ കുറേ മാറ്റങ്ങൾ വന്നു എന്നല്ലാതെ ഈ മതത്തിൻ്റെതായ ഈ പ്രവാഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ ചേരമാൻ പെരുമാളെ കിടന്ന് ചുറ്റി വരിഞ്ഞ് നമ്മുടെ ചരിത്രത്തെ ഇങ്ങോട്ട് ചുരുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് സാമൂഹികമായി സാംസ്കാരികമായി ഈ നാട്ടിലുണ്ടാക്കിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളാണ് ഒരു മതത്തിൻ്റെ വരവ് കൊണ്ടുണ്ടാക്കിയത് എന്ന് പറയാൻ കഴിയണം. ഒരു മതം മാറ്റം എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്ന് പറയുന്ന അല്ലെങ്കിൽ RSSകാരും മറ്റവരൊക്കെ പറയുന്ന ഒരു മതം മാറ്റം അല്ലല്ലോ അന്നുണ്ടായിരുന്നത്. അന്ന് ഒരു സാംസ്കാരികമായ മാറ്റമായിരുന്നല്ലോ. ഒരാൾ മതം മാറുക എന്ന് പറഞ്ഞാൽ അയാൾ വസ്ത്രധാരണം മാറി, അയാളുടെ മറ്റ് ജീവിത രീതികളൊക്കെ മാറി, അയാൾ ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. അപ്പോൾ ആ നിലക്കാണ് ഇവിടെ ഒരു മതപരിവർത്തനം ഉണ്ടായത്. അല്ലാതെ ഇന്ന് നമ്മൾ യൂറോപ്യന്മാർ എഴുതി വെച്ചതുപോലെ ഇത്ര ആളുകൾ ഇത്ര കൂടി അത്ര കൂടി എന്നുള്ളതല്ല പ്രധാനം. എന്താണ് ഇവിടെ 97% വരുന്ന തൊട്ടുകൂടാത്തവരായ ആളുകളെ അവരെ മുന്നോട്ട് കൊണ്ടുവന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തു ഈ സമൂഹത്തിൻ്റെ ആളുകളാക്കി അതിലേക്ക് ചേർക്കുകയാണല്ലോ ഇസ്ലാം മതം വന്നപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ ഒരു പരിവർത്തനം. ആ പരിവർത്തനത്തെ കാണുന്നതിന് പകരം ഇത് ഇത്രയാൾ മതം പരിവർത്തിച്ചു, ഇത്ര സൂഫിവര്യന്മാർ ഇവിടെ വന്നു, അവർ മതത്തിലേക്ക് ആളെ കൊണ്ടുവന്നു, അതല്ല നമ്മൾ ഇവിടെ വർത്തമാനത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. മറിച്ച് വാട്ട് കൈൻഡ് ഓഫ് കൾച്ചറൽ ചേഞ്ച്, എക്സ്ചേഞ്ച് മാത്രമല്ല ചേഞ്ച് എന്താണ് എന്നതുകൂടി നമ്മൾ മാറ്റണം, ചിന്തിക്കണം. അതോടൊപ്പം തന്നെയാണ് നമ്മൾ അറബി മലയാളം. നമ്മൾ പറയും അറബി മലയാളം, മലയാളമാണ് അറബിയാണ്. എന്താണ് ഇതിൻ്റെ ഈ പേര് തന്നെ ശരിയല്ലല്ലോ. കാരണം മലയാളം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ നമ്മൾ പറയുന്ന അറബി മലയാളം ഉണ്ടല്ലോ. അപ്പോൾ ഈ പേര് എപ്പോൾ വന്നു? അത് പിന്നീട് ആരോ ചാർത്തി കൊടുത്തതാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, വ്യവഹാരത്തിൻ്റെ ഭാഗമാണ്, അതിനു വേണ്ടി ഉപയോഗിച്ചതാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു ചുരുക്കാമെങ്കിലും അതങ്ങനെയല്ല. ഒരു സാംസ്കാരിക വിനിമയത്തിൻ്റെ ഭാഗമായി ഒരു ഭാഷയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭാഗത്തിന് ലിപി ഇല്ലാത്തത് കൊണ്ട് അറബികൾ വന്നപ്പോൾ ആ ലിപി ചേർത്തു. എന്നാൽ അത് അറബികളുടെ ലിപിയാണോ? അല്ല.
അത് യഥാർത്ഥത്തിൽ പേർഷ്യക്കാരുടെ ലിപിയാണ് ചേർത്തിരിക്കുന്നത്. കാരണം നമ്മുടെ വലത്തു നിന്ന് ഇടത്തോട്ട് എഴുതുന്നതൊക്കെ അറബിയാണെന്ന് നമ്മൾ ധരിച്ചു പോയതാണ്. അല്ലെങ്കിൽ വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുന്നത് മാത്രമേ പൗരസ്ത്യ ദേശത്തുണ്ടായ ഭാഷയുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഏത് ഭാഗത്തു നിന്ന് എഴുതിയാലും അത് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന അറബി മലയാളം എന്ന് പറയുന്ന അത് യഥാർത്ഥത്തിൽ പേർഷ്യൻ മലയാളമാണ്. മലയാളം എന്ന് പറയാൻ ഇരിക്കട്ടെ, അത് ഞാൻ ഉടനെ തന്നെ പറയാം. അതുപോലെ തന്നെയാണ് അറബികൾ എന്ന് നമ്മൾ പറയുമ്പോൾ അറബികളല്ല വന്നത്, പേർഷ്യക്കാരാണ് വന്നത്. കാരണം ഈ അറബികൾ വന്നത് തെക്കൻ അറേബ്യയിൽ നിന്നുള്ള ആളുകളാണ്. തെക്കൻ അറേബ്യ എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ അറേബ്യയുടെ ഭാഗമേ അല്ല. അവിടെ പ്രവാചകൻ്റെ കാലം വരെ അവിടെ ഭരിച്ചിരുന്ന പേർഷ്യക്കാരാണ്. ഹിറ കിങ്ഡം എന്നൊക്കെ പറയുന്ന ഒരുപാട് കാലം പേർഷ്യക്കാർ ഭരിച്ചിരുന്നതാണ്. അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളാണ് ഇവിടെ വന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു നേർച്ച നടത്തുമ്പോൾ അതിൽ കൊടിമരമുണ്ട്, അതിൽ പച്ച നിറം, ഇതൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ? ഇത് പലരും പറഞ്ഞ് ഷിയ ആചാരമാണെന്ന് പറയും. ഒരിക്കലുമല്ല. ഷിയ ആചാരം, ഷിയാക്കൾ എന്ന് പറയുന്നു പേർഷ്യക്കാരുടെ ആചാരം എടുത്തു, അതുപോലെ സുന്നികളും പേർഷ്യക്കാരുടെ ആചാരം എടുത്തു. അപ്പോൾ ഇങ്ങനെ ദക്ഷിണ അറേബ്യയിലുണ്ടായിരുന്ന ആചാരങ്ങൾ ഇങ്ങനെ കടൽ വഴി നമ്മുടെ നാട്ടിലെത്തിയതാണ്. അതിലുള്ള ഭാഷ ഇപ്പോൾ എടാ ഷുജായി അല്ലെങ്കിൽ ഷുജായി പഹയ ഈ കഞ്ഞി കുടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മലയാളം കാണില്ല. അതിൽ കഞ്ഞി എന്ന് പറഞ്ഞാൽ അത് പോർച്ചുഗൽ ഭാഷയല്ലേ. നമ്മുടെ തണ്ടാസ് എന്ന് പറഞ്ഞാൽ പോർച്ചുഗലല്ലേ. കക്കൂസ് എന്ന് പറഞ്ഞാൽ അത് ഡച്ച് ഭാഷയല്ലേ. പഹയ എന്ന് പറഞ്ഞാൽ പേർഷ്യനല്ലേ. ഇങ്ങനെ നിങ്ങൾ മലയാളം അങ്ങോട്ട് എടുത്ത് വിഭജിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പല ഭാഷകളിൽ നിന്ന് വന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മലബാരിയിലെ ഭാഷയാണ്. മലബാരി എന്ന് പറഞ്ഞാൽ അത് തമിഴിൻ്റെ ഒരു വകഭേദമാണ്. കാരണം നമ്മുടെ മാബർ എന്ന് പറയുന്ന പൂർവ്വദേശത്തുള്ളത് അവിടെ പ്രത്യേക തമിഴാണ് ഉണ്ടായിരുന്നത്. തഞ്ചാവൂരിൽ വേറെ തമിഴാണ്, കാഞ്ചീപുരത്ത് വേറെ തമിഴാണ്, മലബാറിലെ തമിഴ് വേറെയാണ്. ആ തമിഴാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. മലയാളം രൂപപ്പെട്ട് വരുന്നത് നമുക്കറിയാം, തുഞ്ചത്തെഴുത്തച്ഛൻ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു എന്നൊക്കെയുള്ള പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അത് അത്രയും കാലഘട്ടത്തിന് ശേഷമാണ് ഇതിന് ലിപി ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ വട്ടെഴുത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തുളു ബ്രാഹ്മണർ എഴുതി വെച്ചതാണ്. അപ്പോൾ ശരിക്ക് നമ്മുടെ ഈ മലബാറിയിലെ ഭാഷ എന്ന് പറയുന്നത് മലബാറി തന്നെയാണ്. മലയാളം എന്ന് പറയുന്നത് മണിപ്രവാളത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ലാംഗ്വേജാണ്. അത് വളരെ സമ്പന്നമാണ്. ഞാനതിനെ ചുരുക്കി കാണുകയല്ല. പക്ഷേ അതിൻ്റെയൊക്കെ മുമ്പ് തന്നെ ഒരു മലബാരി ഭാഷയുണ്ട്. അതിൽ നിന്ന് കൂടിയാണ് മലയാളം വന്നത്. മലയാളത്തെ നമ്മൾ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. പക്ഷേ അതിൻ്റെ ഒരു വലിയ സ്വാധീനം എല്ലാ ഭാഷകൾക്കും, പേർഷ്യക്കാർക്കുണ്ട്, അറബികൾക്കുണ്ട്, അതുപോലെ ഫിനീഷ്യക്കാർക്കുണ്ട്, നബാത്തികൾക്കുണ്ട്, പോർച്ചുഗൽക്കാർക്കുണ്ട്, ഇംഗ്ലീഷുകാർക്കുണ്ട്. ഇതെല്ലാം കൂടിയ ഒരു ഭാഷയാണ്. അങ്ങനെ 80% നമ്മുടെ ഇന്നത്തെ മലയാളത്തിൽ മറ്റു ഭാഷകളാണ്. മലയാളം എന്ന് പറയുന്നത് ഇവിടെയുള്ള പ്രാദേശികമായ ഏതാനും പദങ്ങൾ മാത്രമേ കൂടിയിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. താങ്ക് യു. ഓക്കെ, നമ്മുടെ ചർച്ച വൈകി ഓടുന്നതിനാൽ തന്നെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വിഷയം മലബാറിൻ്റെ കടൽ വിനിമയങ്ങൾ എന്ന വളരെ വിശാലമായ ഒരുപാട് തുറകളിലൂടെ സമീപിക്കാവുന്ന ഒരു വിഷയമായതിനാൽ തന്നെ നമ്മുടെ ചർച്ചകൾ എങ്ങും എവിടെയും എത്തിയിട്ടില്ല എന്ന് ഞാൻ അടിവരയിടാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ തുടർച്ചകളായിട്ട് മറ്റു ചർച്ചകൾ നമ്മുടെ വേദിയിൽ തന്നെ പലപ്പോഴായി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പലപ്പോഴായി സൂചിപ്പിക്കപ്പെട്ട യങ്സങ് ഹോ നമ്മുടെ അവസാന വേദിയിൽ പ്രത്യേക അതിഥിയായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ദ ഗ്രേവ്സ് ഓഫ് തരീം എന്ന ഈ ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസിലെ നരവംശാസ്ത്രമാണെങ്കിലും ചരിത്ര പഠനമാണെങ്കിലും ഒക്കെ പുതിയ തുറകൾ തുറന്നു തന്നൊരു പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ കൂടെ ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് പ്രകാശിതമാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമാവാൻ കൂടെ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു ചർച്ച ഇങ്ങനെ അപൂർണമായിട്ട് നിൽക്കട്ടെ, അത് കൂടുതൽ പഠനങ്ങൾക്കുള്ള പ്രചോദനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇനി സദസ്യരിൽ നിന്ന് ഒരു ചോദ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഈ കടലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ തീരങ്ങളിൽ മാത്രം ഇത് റെസ്ട്രിക്റ്റഡ് ആയിരുന്നോ എന്നൊരു സംശയമാണുള്ളത്. ഇപ്പോൾ മലൈ ആർച്ചിപ്പിലാഗ മുതൽ മലബാർ തീരം, പിന്നെ അങ്ങനെ ആഫ്രിക്ക, അങ്ങനെ ആ വിശാലമായ ലാൻഡ്സ്കേപ്പ് എടുക്കുമ്പോൾ ഇപ്പോൾ PK ബാലകൃഷ്ണന് ടിപ്പു സുൽത്താൻ്റെ ചരിത്രമൊക്കെ എഴുതുമ്പോൾ പറയുന്നുണ്ട് 260 വർഷം ഈ തീരങ്ങളിൽ വിദേശികൾ വന്നിറങ്ങിയിട്ടും ഇവിടെ വഴി നടക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല, കളവണ്ടി പോകാനുള്ള സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. ടിപ്പു സുൽത്താൻ റോഡ് വെട്ടിയപ്പോഴാണ് വീതി ഉണ്ടായതെന്നൊക്കെ പറയുന്നു. പിന്നീട് അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടാവാം. എന്തായാലും ഈ ചർച്ചയിൽ തീരവുമായിട്ട് റെസ്ട്രിക്റ്റഡ് ആണോ, ഉള്ളിലോട്ടുള്ള പിന്നെ സംക്രമങ്ങൾ എങ്ങനെയായിരുന്നു? അത് ഈ ലാൻഡ്സ്കേപ്പ് ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ മലബാറിൽ നിന്ന് മാത്രമല്ല, ഇവിടെ ഇതിന് ജാതി വ്യവസ്ഥയും വഴി നടത്തും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൊതുവേ കടൽ തീരത്തുനിന്ന് അകന്ന് ഉള്ളിലോട്ട് ഇതിൻ്റെ സ്വാധീനങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നു? കൾച്ചറാണെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിലും എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം. ജലീൽ, അഭിലാഷ്, ആരെങ്കിലൊക്കെ ഒന്ന് മറുപടി പറഞ്ഞാൽ. തീരങ്ങളിൽ മാത്രം റിസ്ട്രിക്റ്റഡ് ആയിട്ട് എന്ന് നമുക്ക്
പറയാൻ പറ്റില്ല. നമ്മൾ തീരങ്ങളിൽ മാത്രമല്ലല്ലോ, കടലിൽ പോകുന്നവരെ തീരങ്ങളിൽ മാത്രമല്ലല്ലോ ജീവിച്ചിരുന്നുള്ളത്. അപ്പോൾ നമ്മളെ പിയേഴ്സണൊക്കെ പറയുന്നത് പോലെ ഈ ഹിസ്റ്ററിയെ, മാരിടൈം ഹിസ്റ്ററിയെ നമുക്കൊരു അമീഫീലിയസ്, ഇത് രണ്ട്, ഞാൻ അങ്ങനെ കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, രണ്ട് കരയിലും കടലിലും ജീവിക്കുന്ന ഒരു ഹിസ്റ്റോറിയൻ. അതായത് ഇപ്പോൾ നമ്മൾ ഏതനെക്കുറിച്ചോ അല്ലെങ്കിൽ കാലിക്കറ്റിനെ കുറിച്ചോ മാത്രം പറഞ്ഞാൽ പോരാ, അതിൻ്റെ ലിങ്കുകൾ പലപ്പോഴും ഡൽഹിയിലേക്കും ഉള്ള പൊളിറ്റിക്കൽ സെൻറ്റേഴ്സിലേക്ക് നീളുന്നുണ്ട്. കാരണം അവിടെ വരുന്ന മാറ്റങ്ങൾ, തീരത്ത് വരുന്ന മാറ്റങ്ങൾ അവിടെയും, ഇപ്പോൾ ഗുജറാത്തിലെ ആഗ്രയിലെ ഇവിടുത്തെ മുഗൾ ഭരണത്തിൻ്റെ സ്ട്രക്ചർ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള പോർട്ടായിരുന്നില്ല, പിന്നീട് സൂറത്തിലേക്ക് മാറുന്നുണ്ട്, ഡൽഹിയിലേക്ക് മാറുമ്പോൾ. അപ്പോൾ അവിടെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും തീരത്തിനെ മാത്രം ആശ്രയിച്ച് അല്ലെങ്കിൽ ഉള്ള ഒരു പഠനമല്ല. മെയിനായിട്ട് ഇതിന് നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നത് ലാൻഡിൽ നിന്നും സീയെ നോക്കുക എന്നുള്ളതിന് പകരം സീയിൽ നിന്നും ലാൻഡിനെ നോക്കുക. അത് ആ വീക്ഷണം വളരെ വലിയ ഇൻസൈറ്റുകൾ നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ പല സാധനങ്ങളും നിങ്ങളുടെ ചോദ്യത്തിലുള്ളത് പോലെ ഹിഡനായി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ഇൻസൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന് നോക്കുമ്പോൾ നമുക്ക് വളരെ വലിയ വിശാലമായ സാധ്യതകൾ പഠനത്തിനും നമ്മുടെ ചരിത്രത്തെക്കുറിച്ചുള്ള മാനങ്ങളും നമുക്ക് കൈവരുന്നുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയൂ. ഇന്ത്യൻ ഓഷ്യൻ ഒരു മെത്തേഡൊക്കെ ആയിട്ട് രൂപപ്പെട്ടു വരുന്നൊരു കാലഘട്ടം കൂടിയാണിത്. അപ്പോൾ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുന്നില്ല, ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിങ്ങനെ അപൂർണമായി തുടരട്ടെ, കൂടുതൽ ചർച്ചകൾക്ക് കാരണമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും നന്ദി.